ഹലോ അല്ലേ? ഓക്കെ കേൾക്കുന്നുണ്ട്. ഓക്കെ. സോ ആദ്യമായിട്ട് എന്നെ ഇവിടെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. ഇവിടെ വലിയ ഒരു ഓഡിയൻസ് ആണ്. ഇപ്പം എനിക്കിവിടെ നമ്പേഴ്സ് ഇവിടെ തെളിയുന്നുണ്ട്. വലിയൊരു ഓഡിയൻസ് ആണ് ഇവിടെയുള്ളത്. അപ്പോൾ ഇത്രയും ഒരു മിക്കവാറും ബുദ്ധിജീവി ഓഡിയൻസ് ആണ്. എനിക്ക് ഡയലക്റ്റിക്സ് എന്നുള്ള പേര് കേട്ടപ്പോൾ തന്നെ സ്വല്പം ഞെട്ടിപ്പോയിരിക്കുകയാണ്. അപ്പോൾ ബുദ്ധിജീവികൾ കൂട്ടത്തോടെ വന്ന് കയറിയിരിക്കുകയാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഒരു പേടിയുണ്ട്. അതുകൊണ്ട് ക്ഷമിച്ച് കളയണം. ഇവിടെ രാവിലെയാണ്. ഇവിടെ രാവിലെ 9:30 സമയം. നിങ്ങൾക്ക് അവിടെ രാത്രി 8. പിന്നെ ഏകദേശം ഒരു 40 മിനിറ്റ് സംസാരിക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് ചർച്ച ചെയ്യാം. കാരണം ഇത് കൂടുതൽ നമുക്ക് ഇതിനെക്കുറിച്ച് വിചിന്തനം ചെയ്യാണ് അത്യാവശ്യം. എനിവേ, ശ്യാം, താങ്ക് യു. കിടിലൻ ഇന്റർവ്യൂ കേട്ട് ഞാൻ കിടിലൻ ഇൻട്രൊഡക്ഷൻ കേട്ട് തളർന്നു പോയിരിക്കുകയാണ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ പവർ പോയിന്റിലോട്ട് പോവുകയാണ്. അപ്പൊ പവർ പോയിന്റിന്റെ ഒരു വിശേഷം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ഫോക്കസ് കിട്ടും. എന്തിനെ കുറിച്ചാണ് പറയുന്ന ഫോക്കസ് കിട്ടും. പിന്നെ അത് ഓർത്തെടുക്കാൻ എളുപ്പമാണ്. നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കണം, അല്ലെങ്കിൽ ചർച്ചയിൽ പങ്കെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എനിക്കറിയാൻ വയ്യ, തിരിച്ച് ആ പവർ പോയിന്റ് ചിലപ്പോൾ പോകാൻ പറ്റിയേക്കും. അല്ലെങ്കിൽ ആ പോയിന്റിലേക്ക് എനിക്കും പോകാൻ എളുപ്പമുണ്ട്. അതുകൊണ്ട് പവർ പോയിന്റ് വഴിയാണ് ഞാനിത് പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇവിടെ തുടങ്ങാമല്ലോ. ഇത് കാണാമോ നിങ്ങൾക്ക്? ഹലോ ഹലോ. ഓക്കെ, ഓക്കെ ഓക്കെ. അപ്പൊ എന്തെങ്കിലും പിന്നെ അല്ലെങ്കിൽ ഓക്കെ റഫീഖ്, ഇപ്പൊ എന്തെങ്കിലും ഇതിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാനും എന്റെ സെൽഫോൺ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വാട്സാപ്പില് മെസ്സേജ് അയക്കുക, ഇവിടെ തന്നെ മെസ്സേജ് അയക്കുക വാട്സാപ്പിലോ, കമ്മ്യൂണിക്കേഷൻ പോകാതിരിക്കാൻ. കാരണം എന്തെങ്കിലും ഒരു ഗ്ലിച്ച് സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് അതിനൊരു വഴി വേണമല്ലോ. കാരണം ഈ ഓൺലൈൻ ടോക്കിൽ പലപ്പോഴും സംഭവിക്കാറുണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം അതുപോലെ. അപ്പൊ അത് വരാതിരിക്കാനാണ്. അപ്പം കീപ് കമ്മ്യൂണിക്കേറ്റിംഗ് പ്ലീസ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സബ്ജക്ട്, കൊറോണ വൈറസ്, ശാസ്ത്രവും സമൂഹവും എന്നുള്ളത്. അപ്പൊ ഒരു മോഡൽ എടുത്ത് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാണ്. ഒരു രാജ്യത്തെ മോഡലാക്കി എടുത്ത്, കാരണം എല്ലാ രാജ്യങ്ങളും എടുക്കാൻ നമുക്ക് സാധ്യമല്ല എന്നുള്ളത്. അപ്പോഴും കൂടുതൽ ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ശാസ്ത്രത്തിൽ വിശ്വസിക്കേണ്ടി വന്നിരിക്കുന്ന ലോകമാണിത്. ബലമായിട്ട് ശാസ്ത്രത്തിൽ വിശ്വസിക്കേണ്ടി വന്ന ഇതുപോലെയൊരു കാലം നമുക്കില്ല സത്യമായിട്ട്. യെസ്, മൈക്രോബയോളജിയാണ് നമ്മൾ പലരും സംസാരിക്കുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് അറിവില്ല, പക്ഷേ നമ്മൾ ഈയിടെയായിട്ട് മൈക്രോബയോളജി കുറെ കൂടുതൽ സംസാരിക്കുന്നു. മാത്രമല്ല, മോഹിനിയാട്ടം വഴി, ഓട്ടംതുള്ളൽ വഴി, കഥകളി വഴി, ഭരതനാട്യം വഴി മൈക്രോബയോളജിയുടെ ചില ഡീറ്റെയിൽസ് കാണുന്നുണ്ട്. നമ്മൾ ഈ സോപ്പിട്ട് കൈ കഴുകണം എന്നുള്ളത്. അപ്പോൾ വൈറസ് എന്ന മൈക്രോബയോളജി ജീവിയെ കുറിച്ചാണ് നമ്മുടെ പല സംസാരങ്ങളും. ശാസ്ത്രം ഇത്രമാത്രം നമ്മുടെ ഇടയ്ക്ക് വന്ന മറ്റൊരു വേളയില്ല. നമ്മുടെ ഇടയ്ക്ക് ലോകം മുഴുവനും, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ മാത്രമല്ല, ആ ശാസ്ത്രം ഇത്രമാത്രം അംഗീകരിക്കപ്പെട്ട മറ്റൊരു സമയം ഇല്ല എന്നുള്ളതാണ് സത്യം. കാരണം ഈ സോപ്പ് കൊണ്ട് കഴുകുക എന്നുള്ളത് തന്നെ അതിന് പുറകിലുള്ള എന്താണ്? അതിന്റെ പുറകിലുള്ള സയന്റിഫിക് വസ്തുത ഒരു ലിപ്പിഡ് മെംബ്രെയിനാണ് അതിന്റെ കവറിങ്. ആ കൊഴുപ്പ് മാറ്റാൻ ഏറ്റവും എളുപ്പം സോപ്പാണ്. അതാണ് വെറും ഒരു ചെറിയ സംഗതിയായ സോപ്പ് കൊണ്ട് വൈറസിനെ കൊല്ലാൻ പറ്റും എന്നുള്ളത്. അത് പാടെ പൊളിഞ്ഞു പോവുകയാണ്. ആ ലിപ്പിഡ് മെംബ്രെയിന് സോപ്പ് വരുമ്പോൾ ലിപ്പിഡ് മെംബ്രെയിൻ അങ്ങോട്ട് ഡിസോൾവ് ചെയ്ത് പോവുകയാണ്. അപ്പൊ സയൻസ് സോപ്പ് ഉപയോഗിക്കലിലൂടെ സയൻസ് ആണ് കാണിക്കുന്നത്. എങ്ങനെ സോപ്പ് ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു പോലീസ് ഗ്രൂപ്പ് വരെ ഡാൻസിലൂടെ കാണിച്ചതാണ് നമ്മുടെ ലോകം, കേരളത്തിലെ ലോകമാണ്. അത് ലോകത്തെമ്പാടും പല ടിവിയിൽ, അമേരിക്കൻ ടിവിയിൽ വരെ അത് വന്നു, പോലീസുകാരുടെ ഡാൻസ് എങ്ങനെയാണ് കഴിവ്. അപ്പൊ സയൻസ് ഇത്രമാത്രം നമ്മളിൽ കയറിക്കൂടിയ മറ്റൊരു വേളയില്ല, ഇതുവരെ വന്നിട്ടില്ല. കാരണം പാൻഡമിക്സ്, മഹാമാരികൾ വന്നിട്ടുണ്ട്, പക്ഷേ ഇത്രമാത്രം സയൻസ് വന്നിട്ടുള്ള മറ്റൊരു സമയം നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. സ്പാനിഷ് ഫ്ലൂ 1920-കളോടടുത്ത് നടന്ന സ്പാനിഷ് ഫ്ലൂവിലും ശാസ്ത്രം ഇത്രമാത്രം ഉപയോഗിച്ചിരുന്നില്ല. കാരണം ഇന്ന് നമുക്കിവിടെ നമ്മുടെ അവയർനെസ് അല്ല, നമ്മുടെ ശാസ്ത്രബോധം കൂടിയത് കൊണ്ട് ശാസ്ത്രീയമായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് വിചിന്തനം ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിന്റെ വിശേഷം. ഇത് വായിൽ കൂടി പകരുമെന്നെങ്കിൽ അതൊക്കെ സയൻസാണ്. അത് ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട്, ചെറിയ കണങ്ങൾ, ജലകണങ്ങളായിട്ട് വരിക എന്നുള്ള. ഇപ്പൊ മാസ്ക് വെച്ചാലും മാസ്കിനകത്തൂടെ വായു കയറുന്നുണ്ടെങ്കിൽ
അതിനകത്ത് വൈറസും കയറും. പക്ഷേ ഇത് വായുവിൽ ഒരാൾ ചുമക്കുകയോ തുമ്മുകയോ ചെയ്യുമ്പോൾ ചെറിയ ജലകണങ്ങളിൽ കൂടിയാണ് അത് കയറുന്നത്. ആ ജലകണങ്ങളെ പ്രിവെന്റ് ചെയ്യും മാസ്ക് എന്നേ ഉള്ളൂ. അപ്പൊ ശ്വാസകോശത്തിൽ കയറുമെന്നും അവിടെ ഇത് പറ്റിപ്പിടിക്കും, ഇതൊക്കെ നമുക്കറിയാം. ഇതെല്ലാം നമുക്കറിയാം. മാസ്ക് ഒരു ഫിൽട്ടർ ആണെന്നുള്ളതും മറ്റു സുരക്ഷാപായങ്ങൾ, ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ്, അതൊക്കെ സയൻസിന്റെ ഒരു ഭാഗമാണ്. 6 അടി വരെ ഇതിന്റെ വായുവിൽ കൂടെ ഈ വൈറസ് കണികകൾ സഞ്ചരിക്കും എന്നുള്ള കണക്കുകൂട്ടലും ആ ശാസ്ത്രം നമുക്ക് സംഭാവന ചെയ്തതാണ് സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിന്റെ കാരണം. ഓക്കെ, അപ്പൊ അൾട്ടിമേറ്റ്ലി എന്താണ് സംഭവിച്ചിരിക്കുന്നത്? മരണം വന്നു നിൽക്കുമ്പോൾ ശാസ്ത്രം മാത്രം ശരണം എന്നുള്ള അറിവ് വളരെ ദൃഢമായിട്ടും രൂഢമൂലമായിട്ടും തീവ്രമായിട്ടും നമ്മളിൽ കയറിക്കൂടിയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. അപ്പോൾ ശാസ്ത്രത്തെക്കുറിച്ചും അതിലുള്ള വിശ്വാസത്തെക്കുറിച്ചും വിശകലനം ചെയ്യാൻ ഏറ്റവും പറ്റിയ സമയമാണിത്. ഏറ്റവും പറ്റിയ സമയമാണ് ഇത്. ലോകത്തെമ്പാടും വ്യാപകമാണ്. പല വിശ്വാസങ്ങളും ഇടപെടാൻ ശ്രമിച്ചെങ്കിലും ഫലവത്തായില്ല. കാരണം കിണ്ണം കെട്ടൽ നമ്മൾ നടത്തിയതാണ്. ഗവൺമെന്റിന്റെ ഇടപെടൽ വഴി അതുകൊണ്ടൊന്നും നടന്നില്ല എന്നും ആരുടെ ജീവനും നമുക്ക് രക്ഷിക്കാൻ സാധ്യമായില്ല എന്നുള്ള സത്യമാണ്, നമുക്കെല്ലാം അറിയാം. യെസ്. അപ്പോൾ വിശ്വാസങ്ങൾ പലതും ഇടപെടാൻ ശ്രമിച്ചെങ്കിലും ഫലവത്തായില്ല. വിശ്വാസികളാണെങ്കിലും പരമവിശ്വാസികളാണെങ്കിലും അവർക്ക് കൊറോണ പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞാൽ നേരെ ഏതെങ്കിലും നല്ല ആശുപത്രിയിലേക്കാണ് അവർ പോകുന്നത്. ഗുരുവായൂരമ്പലത്തിൽ പോകാൻ പറ്റും. ഗുരുവായൂരമ്പലം അടച്ചിരിക്കുന്നു, എല്ലാ അമ്പലങ്ങളും അടച്ചിരിക്കുന്നു. ഈവൻ രാമായണ മാസത്തിൽ രാമായണം വായിക്കണ്ട എന്ന് ഓർഡർ വന്നു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ വിശ്വാസങ്ങളുടെ ഇടപെടലുകൾ കൂടാതെ ശാസ്ത്രത്തെ അംഗീകരിച്ചിരിക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ സമൂഹത്തെ എങ്ങനെ ബാധിക്കുന്നു നമുക്കറിയാം. നമ്മുടെ ദൈനംദിന ജീവിതം കൊണ്ട് നമുക്കറിയാം അതെങ്ങനെ സമൂഹത്തെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇവരുടെ കാര്യം എങ്ങനെയാണ്? മോഹൻ മൈദർ, ജേക്കബ് വടങ്ങഞ്ചേരി, DIG അലക്സാണ്ടർ ജേക്കബ്, മിക്കവാറും അവരും പുറത്തിറങ്ങും മാസ്ക് ധരിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മിക്കവാറും. യെസ്. ഇപ്പൊ മാസ്ക് ധരിച്ചില്ലെങ്കിൽ പോലീസ് അവരെ പിടികൂടുകയും ചെയ്യും പുറത്തിറങ്ങിയാൽ തന്നെ. അതും 60 വയസ്സ് കൂടുതലുള്ളവർ പുറത്തിറങ്ങിയാൽ തന്നെ പോലീസ് സംശയത്തോടെ ചോദിക്കും. നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ അതാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് എന്ത് സംഭവിച്ചു? ഇവരാണ് നമ്മളെ പല വിശ്വാസങ്ങളിലേക്കും കൊണ്ടുപോകുന്നത്. പ്രത്യേകിച്ചും DIG അലക്സാണ്ടർ ജേക്കബിന്റെ നിങ്ങൾ യൂട്യൂബ് വീഡിയോ പോയി നോക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാരാണ് അദ്ദേഹത്തെ വാഴ്ത്തിപ്പാടുന്നത്. ആയിരം ആൾക്കാരാണ് ആ വിഡ്ഢിത്തം, പരമവിഡ്ഢിത്തം അദ്ദേഹം പറയുന്നതിനെ വാഴ്ത്തിപ്പാടി എൻ്റെ ജീവിതം നിങ്ങൾ രക്ഷിച്ചു എന്നൊക്കെയാണ് താഴെ ആൾക്കാർ എഴുതുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ എന്ത് സംഭവിച്ചു എന്ന് എന്നെക്കാളും കൂടുതൽ നിങ്ങൾക്കറിയാം. എനിക്ക് അത്ര വിവരം ഇതിനെക്കുറിച്ച് കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കറിയാം. അവര് മാസ്ക് ധരിക്കുന്നുണ്ടെന്നാണ്, സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും അവര് പരിപാലിക്കുന്നുണ്ട്, ഒബ്സർവ് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഇനി നമ്മൾക്ക് കാതലായ പ്രശ്നത്തിലേക്ക് വരാം. ഈ വിശ്വാസങ്ങൾ, ഈ സയൻസിലുള്ള വിശ്വാസങ്ങൾ സമൂഹത്തെ എങ്ങനെ മാറ്റും എന്നുള്ളത്, സമൂഹത്തെ എങ്ങനെ മാറ്റുന്നു, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ആലോചന. അപ്പോൾ രാഷ്ട്രീയ മാറ്റങ്ങൾ എവിടെയും നവോത്ഥാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നവോത്ഥാനങ്ങൾ മാത്രമല്ല ഉണ്ടായിരിക്കുന്നത്, വളരെ മിസറബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിലേക്കും രാഷ്ട്രീയ മാറ്റങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. അതെ, പെട്ടെന്നൊരു ഉദാഹരണം പറയാം, ഇതിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി വാണരുളിയ കാലമായ കോൺസ്റ്റാന്റിനോപ്പിൾ എന്നുള്ള നഗരം സ്ഥാപിച്ചിട്ട് അത് തകർന്നു വീണതോടെ വലിയ മാറ്റമാണ് സംഭവിച്ചത്. വലിയ ഒരു രാഷ്ട്രീയ മാറ്റം നവോത്ഥാനത്തിന് വഴിവെച്ചതാണ്. ഇറ്റലിയിലാണ് പ്രധാനമായിട്ടും. എന്ന് വെച്ചാൽ ബൈസന്റൈൻ സാമ്രാജ്യം ആ സമയത്ത് ഒന്നാന്തരമായിട്ട് സാഹിത്യകലാ ചിന്തകളിൽ പച്ചപിടിച്ചു തുടങ്ങിയ കാലമായിരുന്നു. അപ്പോൾ ബൈസന്റൈൻ സാമ്രാജ്യം തകർന്നു വീണപ്പോൾ അവിടുത്തെ ആൾക്കാർ യൂറോപ്പിലെമ്പാടും പടർന്നത് അവരുടെ ലൈബ്രറികൾ കൂടെ കൊണ്ടുപോയിട്ടാണ്, അവരുടെ പുസ്തകങ്ങൾ കൂടെ കൊണ്ടുപോയിട്ടാണ്. അത് വലിയൊരു നവോത്ഥാനത്തിന്, പിന്നീട് നവോത്ഥാനത്തിന് വഴി തെളിച്ചു. ഇറ്റലിയിൽ, പ്രത്യേകിച്ച് ഇറ്റലിയിലാണ് അത് ഭീകരമായിട്ട് മാറിയത്. മതത്തിന്റെ അധികാര സ്വരൂപം. കാരണം ബൈസന്റൈൻ ആ കാലം മുഴുവൻ മതം ആണ് അധികാരം, രാജാവ് തന്നെയാണ് ദൈവം എന്നുള്ള പ്രഖ്യാപിച്ചുകൊണ്ടിരുന്ന കാലമാണ്. അത് മാറിയിട്ട് ഇറ്റലിയുടെ ചരിത്രം മാത്രം, യൂറോപ്പിന്റെ ചരിത്രം മാറുകയാണ്. നമ്മുടെ ലോകത്തിന്റെ ചരിത്രം മാറിയത് ഈ നവോത്ഥാനം ആണ്. പ്രത്യേകിച്ചും ഗലീലിയോയുടെ ശാസ്ത്രക്രമം സയന്റിഫിക് മെത്തേഡാണ്. ഗലീലിയോ കൃത്യമായ സയന്റിഫിക് മെത്തേഡിൽ കൂടെ പ്രൂവ് ചെയ്തതാണ് ശാസ്ത്രം എന്ന് വെച്ചാൽ. സയന്റിഫിക് മെത്തേഡ് എന്ന് വെച്ചാൽ ഒരു ഹൈപ്പോത്തസിസ്, ഒരു പ്രമാണം ആദ്യം ഉണ്ടാക്കുക, അത്
അത് പരീക്ഷിക്കപ്പെടുക, അത് പരീക്ഷിച്ചിട്ട് അത് പ്രൂവ് ചെയ്യുക, ഡിസ്പ്രൂവ് ചെയ്യുക, അങ്ങനെയാണ്. അത് സയൻസിൽ എപ്പോഴും പ്രൂവ് ചെയ്യപ്പെടണമെന്നില്ല. നമ്മുടെ ഹൈപ്പോത്തസിസ് ഡിസ്പ്രൂവ് ചെയ്യുന്നത് സയൻസാണ്. അപ്പോൾ അത് സയന്റിഫിക് മെത്തേഡാണ്. 1 2 3 4 5 എന്നുള്ള മെത്തേഡാണ്. ഗലീലിയോ കൃത്യമായിട്ട് ഗുരുത്വാകർഷണത്തെക്കുറിച്ച് മറ്റ് ചില ഫിസിക്സ് പരമായ കാര്യങ്ങളെക്കുറിച്ചും സയന്റിഫിക് മെത്തേഡ് ഉപയോഗിച്ച് പ്രൂവ് ചെയ്ത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി എന്നുള്ളതാണ്. ഇങ്ങനെ നവോത്ഥാനത്തിന് വഴിതെളിച്ചു എന്നുള്ളത്. എന്ന് വെച്ചാൽ ഭരണകൂടം ഇതിൽ വലിയ സ്വാധീനമാണ് ചെലുത്തുന്നത്. അത് പറയാൻ വേണ്ടിയാണ് ഈ ബൈസന്റൈൻ കാലത്തെക്കുറിച്ചും ഗലീലിയെക്കുറിച്ചും പറഞ്ഞത്. ഓക്കെ, അപ്പോൾ സമൂഹത്തിന്റെ ചില പ്രശ്നങ്ങൾ പുറത്തു വരുന്നുണ്ട് ഈ സമയത്ത്. യുദ്ധം, ക്ഷാമകാലം അല്ലെങ്കിൽ ഡിപ്രഷൻ, അതുപോലെ തന്നെ മഹാമാരികൾ അല്ലെങ്കിൽ പാൻഡമിക്. ഇതിൽ കൂടെ കടന്നു പോകുമ്പോൾ സമൂഹത്തിൽ പൊട്ടിപ്പോയ ഭാഗങ്ങളെല്ലാം പുറത്തു വരുമ്പോഴത്തേക്കും ഒരു എക്സ്റേ പോലെയാണ്. നമ്മൾക്കിപ്പോൾ അറിയാം, നമ്മുടെ ഈ സമയത്ത് നടന്നാണ് ഡൽഹിയിൽ നിന്നുള്ള ബോംബെയിൽ നിന്നും നടന്നെന്ന് എനിക്ക് തോന്നുന്നു പലായനം. 1000 കിലോമീറ്ററുകൾ ആൾക്കാർ നടന്നു പോകേണ്ടി വന്നിരുന്നു എന്നുള്ളത്. അത് ഭരണകൂടത്തിന്റെ കൂടെ പ്രശ്നമാണ്, സമൂഹത്തിൽ വന്നു തീർന്ന പ്രശ്നം കൂടിയാണ്. അപ്പൊ സമൂഹത്തിലെ പൊട്ടിപ്പോയ കാര്യങ്ങളൊക്കെ ഈ എക്സ്റേ കാണിച്ചു തരികയാണ്. അമേരിക്കയിലാണെങ്കിൽ കറുത്ത വർഗക്കാർക്ക് എതിരെയുള്ള അതിക്രമങ്ങൾ എന്നുള്ളത് വളരെ ഓപ്പണായിട്ട്, വളരെ കൃത്യമായിട്ട് വെളിച്ചത്ത് വരികയാണ് ചെയ്തത്. ഡൽഹിയിൽ നിന്നുള്ള പലായനത്തോടുകൂടി നമ്മൾക്കും ഇന്ത്യയിൽ ഇതിനെക്കുറിച്ച് മനസ്സിലായി. അപ്പോൾ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, ഭരണകൂടത്തിന്റെ സ്വഭാവങ്ങൾ ഈ വിശ്വാസ മൂല്യങ്ങളെ സ്വാധീനിക്കുകയാണ്. അപ്പൊ ഭരണകൂടത്തിന് ഇതിൽ വലിയ ഒരു സ്വാധീനമാണുള്ളത്. സമൂഹം എങ്ങനെ പെരുമാറണം എന്നുള്ളതിൽ ഭരണകൂട സ്വാധീനം തീർച്ചയായും ചെലുത്തുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പൊ ശാസ്ത്രബോധം, സമൂഹത്തിന് മാത്രം ശാസ്ത്രബോധം ഉണ്ടായാൽ പോരാ, അതിനെ നേരാവണ്ണം വഴി തിരിച്ചു വിടുകയും വേണം ഭരണകൂട വഴി. അപ്പൊ ശാസ്ത്രം ഇന്ന് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഈ ശാസ്ത്രം എന്ന് വെച്ചാൽ കൊറോണ വൈറസിനെതിരെ ഉള്ളത് ഒരു ടൂളാണ്. അത് ആ ടൂൾ എന്നുള്ളതിലുപരി അതാണ് സത്യം എന്നുള്ളതാണ്. ശാസ്ത്രമാണ് പരമമായ സത്യം. അത് പലരെയും അലോസരപ്പെടുത്തുന്നുണ്ട്. അതിലേക്കാണ് നമ്മൾ ഈ ചർച്ച കൊണ്ടുപോകുന്നത്. അപ്പോൾ ശാസ്ത്രം സത്യമാണെന്ന് വെച്ചാൽ ശാസ്ത്രം, ഇന്നത്തെ ശാസ്ത്രം മാത്രമാണ് സത്യം. ശാസ്ത്രം ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ശാസ്ത്രത്തിന് പരമമായ സത്യം എന്നുള്ളതില്ല. പരമമായ സത്യം എന്നുള്ള ഇന്ന് ശാസ്ത്രം തെളിയിക്കുന്നതാണ്. അത് മാറപ്പെടാം. ശാസ്ത്രം തന്നെ പറയുന്നുണ്ട് ഇന്നത്തെ സത്യമായിരിക്കണമെന്നില്ല, എല്ലാം മാറപ്പെടുന്നതാണ്. അപ്പോൾ വൈറസിനെ കുറിച്ചുള്ള ചില അറിവുകൾ, കൊറോണ വൈറസിനെ കുറിച്ചുള്ള ചില അറിവുകൾ മാത്രമേ നമ്മൾക്ക് കിട്ടിയിട്ടുള്ളൂ. അത് തന്നെ ശരിയാണോ എന്നുള്ളത് പരിശോധിക്കപ്പെട്ടു വരികയാണ്. പക്ഷെ ഇന്ന് വരെ കിട്ടിയ അറിവുകൾ നമ്മൾ ചിലതൊക്കെ തീരുമാനിക്കപ്പെടാൻ ഉള്ള സാധ്യതയിലേക്ക് വഴിതെളിച്ചിട്ടുണ്ട്. അപ്പോൾ ആസ് ഓഫ് ടുഡേ ദാറ്റ് ഈസ് എ ട്രൂത്ത് എന്നുള്ളതാണ്. ശാസ്ത്രം ഇന്നെന്ത് പറയുന്നു എന്നുള്ള പരമസത്യം കൂടിയാണ്. പക്ഷെ ഈ സത്യം പലപ്പോഴും ഭരണകൂടത്തെ അലോസരപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് അമേരിക്ക ഒരു മോഡലാക്കി എടുക്കുകയാണ്. കാരണം ഇതൊരു ചരിത്രപരമായ ഒരു സന്നിഗ്ധ കാലഘട്ടമാണ്. അപ്പോൾ ഇവിടുത്തെ ഭരണകൂടം, ഇവിടുത്തെ വിശ്വാസങ്ങൾ, ഇവിടുത്തെ മരണങ്ങൾ, ഇവിടെ കൊറോണ പടർന്നു പിടിക്കുന്നതൊക്കെ വിശ്വാസങ്ങൾ ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിനുള്ള ഏറ്റവും നല്ലൊരു മോഡൽ അമേരിക്കയാണ്. സ്വീഡൻ ഒരു മോഡലാക്കി എടുക്കാം. കാരണം സ്വീഡിഷ് ഗവൺമെന്റും ചില പരമവിഡ്ഢിത്തരങ്ങൾ ചെയ്തിരുന്നു. ഹേർഡ് ഇമ്മ്യൂണിറ്റി പ്രാവർത്തികമാക്കാൻ അവർ ശ്രമിച്ചു. അത് പാടെ പൊളിഞ്ഞു പോയി. കൂടുതൽ ആൾക്കാർ മരിച്ചു. അതിൽ മന്ത്രി അവസാനം ക്ഷമ ചോദിക്കുകയും അദ്ദേഹം റിസൈൻ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അമേരിക്ക ഞാനൊരു മോഡലായിട്ട് എടുക്കുകയാണ്. ഇവിടുത്തെ ഭരണകൂടം, ഇവിടുത്തെ ശാസ്ത്രവിശ്വാസം, ഇവിടുത്തെ സമൂഹം എന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ്. അപ്പോൾ അമേരിക്കയിൽ വലിയ പ്രശ്നങ്ങളാണ്. നിങ്ങൾക്കറിയാം, ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ കൊറോണ വൈറസ് കേസുകളുള്ള അമേരിക്കയാണ്. ഏറ്റവും കൂടുതൽ മരണങ്ങൾ നടന്നിരിക്കുന്ന കേസുകളാണ്. യെസ്. അപ്പോൾ അമേരിക്കയെ കുറിച്ച് ഒരു മോഡലാക്കി അമേരിക്ക എടുക്കുമ്പോൾ എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുണ്ട്. കാരണം അമേരിക്കയെ 10 തെറി പറയാൻ വേണ്ടി കാത്തു എന്നവരാണ് നമ്മളെല്ലാവരും, പ്രത്യേകിച്ച് മലയാളികൾ. സാമ്രാജ്യ, മൂരാച്ചി എന്നൊക്കെ പറഞ്ഞൊക്കെ പേരുകൾ നിങ്ങൾക്കറിയാം, പേരുകൾ ഞാൻ പറയണ്ട. അപ്പോൾ അമേരിക്കയെ 10 തെറി പറയാൻ കിട്ടുന്ന ഒരു അവസരമായിട്ട് ഇത് ഉപയോഗിക്കാതെ ഒരു മോഡൽ, ഒരു ശാസ്ത്രീയമായിട്ട് എടുക്കുന്ന ഒരു മോഡലായിട്ട് എടുക്കുക. അല്ലാതെ മറ്റ് ഇത് പിന്നെ നിങ്ങൾക്ക്
സാമ്രാജ്യ മോഹി മൂരാച്ചി അതൊക്കെ നമുക്ക് പിന്നെ പറയാം. ഇപ്പോൾ ഇതൊരു മോളാക്കി എടുക്കുകയാണ് അമേരിക്ക എന്ന രാജ്യം. കാരണം ഞാൻ ജീവിക്കുന്ന രാജ്യം കൂടിയാണ്. ഇവിടെ പ്രശ്നങ്ങൾ, മരണം എന്റെ പടിവാതിൽ വന്ന് നിൽക്കുകയാണ്. യെസ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാതെ വയ്യ. ഓക്കെ, അപ്പോൾ അങ്ങനെ ചില സത്യങ്ങളുണ്ട് ഇതിന്റെ പുറകിൽ. മൂരാച്ചി ആയാലും മരണം എന്നുള്ള സമയം വരുമ്പോഴെല്ലാം ഒരുപോലെയാണ്. ഞാൻ താമസിക്കുന്ന ഡൂപ്പേച്ച് കൗണ്ടിയാണ്. കൗണ്ടി എന്ന് വെച്ചാൽ നാട്ടിലെ ഒരു ഡിസ്ട്രിക്റ്റിന് ഈക്വലാണ്. ഡിസ്ട്രിക്റ്റിന് ഈക്വൽ, നമ്മുടെ കോട്ടയം ഡിസ്ട്രിക്റ്റിന് ഈക്വൽ ആണ്. പോപ്പുലേഷൻ കുറച്ച് വ്യത്യാസമുണ്ട് ഡൂപ്പേച്ച് കൗണ്ടി എന്ന് വിചാരിക്കാം. 507 മരണങ്ങളാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റ്, ഞങ്ങളുടെ കൗണ്ടിയിൽ. 507 പേർ മരിച്ചിരിക്കുന്നു. 10,000 കേസസ് ആണ് ഇന്നലെ വരെയുള്ളത്. ഞങ്ങളുടെ ഡിസ്ട്രിക്ട് വെച്ചാൽ കോട്ടയം ഡിസ്ട്രിക്റ്റിൽ 10,000 കേസുകളും 507 മരിച്ചിരിക്കുന്നു എന്ന പോലെയാണ് കണക്കിലെടുക്കേണ്ടത്. അവിടെയാണ് ഞാൻ പറഞ്ഞ മരണം വന്ന് മുന്നിൽ നിൽക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിന്റെ പുറകിൽ ചില സത്യങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, ഇപ്പൊ ന്യൂസിൽ ധാരാളം നിങ്ങൾ കേൾക്കുന്നതാണ്. അവിടെ ഞാൻ ഒരു രൂപം കൊടുക്കാൻ ഇവിടെ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇതിലെ ആദ്യത്തെ വാചകം സയന്റിഫിക് അമേരിക്കനിൽ വന്ന വാചകമാണ്. അവിടുത്തെ ഒരു അതിലെ ഒരു ലേഖനത്തിന് നിൽക്കട്ടാണ്, ദ US president's hostility to expertise puts us all in danger. അത് മറ്റൊരു പ്രസിദ്ധ, ഞാൻ ഏത് പബ്ലിക്കേഷൻ ആണെന്ന് മറന്നുപോയി, മറ്റൊരു പ്രസിദ്ധ പബ്ലിക്കേഷനിൽ വന്ന ലേഖന തലക്കെട്ടാണ്, ആന്റി സയൻസ് ആറ്റിറ്റ്യൂഡ്സ് ആർ കില്ലിംഗ് Americans. Yes, we are American എന്ന നിലയിൽ, yes, we are being killed by anti-science attitudes. Yes. അപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്കൊരു അവകാശമുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഡൂപ്പേജ് കൗണ്ടിയിലും 507 പേര്, കോട്ടയം ഡിസ്ട്രിക്റ്റിൽ 507 പേര് മരിച്ചെന്ന് വിചാരിക്കാം. US presents hostility to expertise puts us all in danger. Anti-science attitudes are killing Americans. ഇതെന്ത് കളി? അതാണ് നമ്മളെല്ലാം മുഴുവൻ ചോദിക്കുകയാണ്. എല്ലാ മറ്റു രാജ്യങ്ങളുടെ ഭരണകൂടങ്ങൾ വരെ ചോദിക്കുകയാണ്, ഞങ്ങളുടെ വലിയേട്ടനായിരുന്ന അമേരിക്കയ്ക്ക് ഇതെങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു മഹാമാരി നടക്കുന്ന സമയത്ത്. അപ്പോൾ ഞങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞ ഇതൊരു ഹോക്സ് ആണ്, വൻ തട്ടിപ്പാണ് എന്ന്. ഏപ്രിൽ പോലും ഇത് ജൂണിലെല്ലാം കെട്ടടങ്ങും എന്നും അദ്ദേഹം പ്രസ്താവിച്ചു. യെസ്. ഇങ്ങനെ മാത്രമല്ല, ബാക്കിയൊന്നും ഞാൻ ഇവിടെ കൊണ്ടുവരുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു പ്രസിഡന്റ് എന്നതിൽ, ഭരണകൂടത്തിന്റെ വക്താവാണ് പ്രസിഡന്റ്, അദ്ദേഹം പറഞ്ഞതാണിത്. ഇതുപോലെ ഒരുപാടുണ്ട്, നിങ്ങൾക്കറിയാം എന്നെക്കാളും കൂടുതൽ. എന്തുകൊണ്ടാണ് ഇതിന് സാങ്കത്യം വരുന്നത്? വൈ ഇസ് ഇറ്റ് റിലവന്റ്? ജനസംഖ്യയിൽ 4.2% ആണ് അമേരിക്കൻ ജനസംഖ്യ. പക്ഷെ ലോകത്തിലെ മരണങ്ങൾ നിങ്ങൾ 26%. ഇത് നേരത്തെ ഉള്ള കണക്കാണ്, ഇപ്പോഴത് കൂടുതലാണ്. ഇപ്പോഴും 26-ൽ നിന്നും ഒരുപാട് കൂടിയിട്ടുണ്ട്. ഈ പെർസെൻറ്റേജ് ഒരുപാട് കൂടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്തെ ഭരണകൂടത്തിന്റെ നേതാവാണ്, ചൈനീസ് വൈറസ് എന്നാണ് ആദ്യം ഇതിന് പേരിട്ട് വിളിച്ചിരുന്നത്. ഇതാണ് സംഗതി. ഇനി ഇത് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടതിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും നമുക്കൊന്ന് നോക്കാം. ഇത് റിപ്പബ്ലിക്കൻസ്, ചുവന്ന നിറത്തിൽ കാണുന്ന സ്റ്റേറ്റുകളൊക്കെ റിപ്പബ്ലിക്കൻ ഡോമിനേഷൻ ഉള്ള സ്റ്റേറ്റുകളാണ്. അല്പസ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിന്നിരിക്കും. പക്ഷെ സൗത്തിലെ അത് നോക്കുക നിങ്ങൾ, ടെക്സാസ്, ഒക്കലോമ, അർക്കാൻസാസ് ഒക്കെ, അലബാമ, ജോർജിയ, ഫ്ലോറിഡ റിപ്പബ്ലിക്കൻ സ്റ്റേറ്റുകളാണ്. അപ്പോൾ അതിന്റെ മുകളിൽ നമുക്ക് സൂപ്പർ ഇമ്പോസ് ചെയ്യാം. കൊറോണ മരണങ്ങളുടെ മാപ്പ് നമുക്ക് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നില്ല ഇവിടെ. പക്ഷേ നോക്കുക, ആ സംസ്ഥാനങ്ങൾ, താഴെയുള്ള ആ റിപ്പബ്ലിക്കൻ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ. ആ ചുമപ്പ് കാണുന്നതൊക്കെ മരണങ്ങളാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഭൂപടത്തിലാണ് ഈ മരണങ്ങളുടെ സംഖ്യ, അതുമായിട്ട് യോജിക്കുന്ന തരത്തിലാണ് മരണങ്ങളുടെ സംഖ്യ കൃത്യമായിട്ട്. യെസ്. ചില സ്റ്റേറ്റുകളിൽ, നോർത്തിലുള്ള ചില സ്റ്റേറ്റുകളിൽ അധികം മരണങ്ങൾ നടക്കാത്ത, പോപ്പുലേഷൻ വളരെ കുറവാണ് അവിടെ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ മാപ്പിൽ അങ്ങ് മുകളിൽ അധികം മരണങ്ങളില്ല, പോപ്പുലേഷൻ വളരെ തിന്നാണ് അവിടെ. അതുകൊണ്ടാണ് മറ്റ് ചില സംസ്ഥാനങ്ങൾ റിപ്പബ്ലിക്കിലാണെങ്കിൽ അവിടെ മരണങ്ങളില്ലാത്തത്. കാലിഫോർണിയയിൽ മരണങ്ങളുണ്ട്, പക്ഷേ വേറൊരു കേസ്. അപ്പോൾ ഒരു രാഷ്ട്രീയ ഭൂപടത്തിന് മുകളിൽ ഒരു മരണത്തിന്റെ ഭൂപടം കൊണ്ട് വയ്ക്കാം എന്നുള്ള വളരെ കൃത്യമാണ്. ഇവിടെയാണ് ഭരണകൂടത്തിന്റെ സ്വാധീനം. യെസ്. ഇവിടെയാണ് നേരത്തെ പറഞ്ഞ
ഈ പ്രസ്താവനകളുടെ സാങ്കത്യം കിടക്കുന്നത്. ദ ആറ്റിറ്റ്യൂഡ്സ് ആർ കില്ലിംഗ് അമേരിക്കൻസ് എന്നുള്ളത്. യെസ്, അപ്പൊ ഇതൊരു കൃത്യമായിട്ട് ആറ്റിറ്റ്യൂഡിന്റെ, വിശ്വാസത്തിന്റെ പ്രശ്നമായി മാറുകയാണ് എന്നുള്ളത് വളരെ കൃത്യമാണ്. ഓക്കെ, അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു മഹാമാരിയെ തികച്ചും രാഷ്ട്രീയവൽക്കരിച്ച ഉദാഹരണമാണിത്. ശരിക്കും രാഷ്ട്രീയവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ശാസ്ത്രബോധത്തെ അട്ടിമറിച്ച ഭരണകൂടം എന്നുള്ളത് ഇത് ഞാൻ പറഞ്ഞതൊന്നുമല്ല, എല്ലാവരും പറയുന്നതാണ്. ആന്റണി ഫൗച്ചിയെ മാറ്റി നിർത്തിയിട്ടാണ് ചെയ്തത്. ആന്റണി ഫൗച്ചിയാണ് ഏറ്റവും വലിയ വൈറോളജിസ്റ്റ്, ഏറ്റവും വലിയ പോപ്പുലേഷൻ ജെനറ്റിക്സ് ഇതൊക്കെ അറിയാവുന്ന വളരെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ജൂൺ മുതൽ ആന്റണി ഫൗച്ചി ട്രംപിനെ കാണുന്നില്ല. കാരണം ട്രംപിന് അത് ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഈ സത്യം എന്നുള്ളത് ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം സാമ്പത്തികമായിട്ടുള്ള തകർച്ച അംഗീകരിക്കാൻ പറ്റാതെ വന്നിരിക്കുകയാണ്. അപ്പോഴെന്താണ് അദ്ദേഹത്തിന്റെ ചിന്താഗതി? ഭരണകൂടത്തിന്റെ ചിന്താഗതി ആൾക്കാർ മരിച്ചോട്ടെ എന്നുള്ളതാണ്. സ്വന്തം രാഷ്ട്രീയ വിശ്വാസത്തെ അല്ലാതെ മറ്റൊരു അതോറിറ്റിയെ വിശ്വസിക്കാതിരിക്കുക എന്നുള്ളത് അത് അമേരിക്കക്കാരുടെ ഒരു പ്രത്യേകതയാണ്. രാഷ്ട്രീയ വിശ്വാസങ്ങൾ നമ്മുടെ പോലെയല്ല, വളരെ രൂഢമൂലമാണ്. അത് ലോജിക്കലാണ് അവരതിലെത്തുന്നത് എന്നുള്ളത്. നമ്മളെ പോലെ തെരുവിൽ നടത്തുന്ന തല്ലുകളിൽ കൂടിയല്ല, ലോജിക്കലായിട്ടുള്ള ചിന്തകളിൽ കൂടി, ചർച്ചകളിൽ കൂടിയാണ് ഇവർ രാഷ്ട്രീയ വിശ്വാസത്തിൽ എത്തുന്നത്. അപ്പോഴത് തല്ലി അടിച്ച് ജയിക്കുന്ന ഒരു രീതി അല്ല ഇവിടെ. അപ്പോൾ അവർക്ക് വളരെ കൃത്യമായ വിശ്വാസങ്ങളുണ്ട്. അതാണ് അവരുടെ പാർട്ടി അനുഭാവിത്വവും അല്ലെങ്കിൽ വിശ്വാസങ്ങളും രൂപപ്പെടുത്തുന്നത്. അത് മറ്റൊരു അതോറിറ്റിയെ, പിന്നെ സ്വാതന്ത്ര്യബോധം എന്നുള്ളത് ഇവിടെ വളരെ കടുത്തതാണ്. സ്വാതന്ത്ര്യബോധം, അപ്പോൾ അതോറിറ്റിയെ ഫോളോ ചെയ്യുക എന്നുള്ളത് ഇവിടുത്തുകാരുടെ രീതിയല്ല. വളരെ പ്രശ്നമാണ് അവർക്ക് അതോറിറ്റി. നമ്മുടെ നാട്ടില് ഇന്ത്യയിൽ പൊതുവെ പോലീസ് അടിച്ച് അകത്ത് കയറ്റുന്നുള്ള ആൾക്കാർ നമ്മൾ കണ്ടതാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് പേർക്ക് അടി കൊണ്ടിട്ടുണ്ട് പുറത്തിറങ്ങിയവർക്കിട്ട്. അപ്പൊ അതോറിറ്റിയെ മാനിക്കുക എന്നുള്ളത് നമുക്ക് പ്രശ്നം. നമ്മളങ്ങനെ അടിമകളായി ജീവിക്കുന്നവരാണ് നമ്മളിപ്പോൾ പോലും. ഓക്കെ, ഫ്യൂഡൽ സിറ്റുവേഷൻ ഇപ്പോഴും ഉള്ള രാജ്യമാണ് ഇന്ത്യ. അതിന്റെ ചില ഗുണങ്ങളും നമുക്കിപ്പോഴും അറിയാം. പക്ഷെ സ്വാതന്ത്ര്യം എന്നുള്ള ഇവിടെ അൾട്ടിമേറ്റ് ഫീലിംഗ് ആണ്. അതിനപ്പുറം ഒന്നുമില്ല. അപ്പോൾ ഒരു അതോറിറ്റിയും അവരെ നിയന്ത്രിക്കരുത് എന്നുള്ളത് ഇവരുടെ വിശ്വാസ സംഹിതയാണ്. അപ്പോൾ മാസ്ക് ധരിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തോന്നട്ടെ മാസ്ക് ധരിക്കണം, എന്നിട്ട് മാസ്ക് ധരിക്കുന്നുള്ളൂ. സോഷ്യൽ ഡിസ്റ്റൻസിങ് ഞങ്ങൾക്ക് തോന്നട്ടെ എന്നുള്ളത് കടുംപിടുത്തമാണ്. അത് ശാസ്ത്രത്തിനെതിരെയുള്ള ഒരു ബിഹേവിയർ പാറ്റേൺ ആണ്. അതാണ് പ്രശ്നമുണ്ടാക്കുന്നത്. പക്ഷെ സ്വാതന്ത്ര്യം എന്നുള്ളത് ഇവിടെ ഒരു മറയാക്കുകയാണ്. കാരണം അത് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോഴത് സ്വാതന്ത്ര്യം എന്നുള്ളത് മറയാക്കുകയാണ്. ഈ സ്വാതന്ത്ര്യം, ജീവനിൽ കൊതിയുള്ളവര് സ്വാതന്ത്ര്യം വേണ്ട എന്ന് വെക്കുകയാണ്. പക്ഷേ രാഷ്ട്രീയ വിശ്വാസത്തിന്റെ കടുംപിടുത്തത്തില് അത് മാറിപ്പോവുകയാണ്. അപ്പൊ അത് എത്ര തീവ്രമായി എന്ന് നമുക്കിവിടെ നോക്കാം. റൈറ്റ്, മാസ്ക് ധരിക്കാതിരിക്കുന്ന ട്രംപിനുള്ള പിന്തുണയായി പ്രഖ്യാപിക്കുന്നതാണ്. മാസ്ക് ധരിക്കാതിരിക്കുന്ന പിന്തുണയാണ്. മാസ്ക് ധരിക്കുന്നവരെ ആക്രമണത്തിന് വിധേയരാക്കിയിട്ടുണ്ട്. ചില ന്യൂയോർക്കിൽ ഒരു റിപ്പോർട്ടർ മാസ്ക് ധരിച്ചതുകൊണ്ട് പുറകെ നടന്ന ഒരാൾ അയാളെ അറ്റാക്ക് ചെയ്തു. മറ്റു പല സ്റ്റേറ്റുകളിലും ഇത് നടന്നിട്ടുണ്ട്, മാസ്ക് ധരിച്ചു എന്നുള്ളതിന്റെ പേരിൽ. അപ്പൊ മാസ്ക് ധരിക്കുക എന്നുള്ള ഒരു പൊളിറ്റിക്കൽ ഒരു ഡിക്ലറേഷൻ, ഐഡന്റിറ്റി ഡിക്ലറേഷൻ ആയി വരികയാണ് മാസ്ക് ധരിക്കുക അല്ലെങ്കിൽ ധരിക്കാതിരിക്കുക എന്നുള്ളത്. അപ്പൊ അതിന്റെ ശാസ്ത്രീയമായ അടിത്തറയെ മുഴുവനായിട്ടും നിരാകരിക്കുകയാണ്. ഇവിടെയാണ് വിശ്വാസവും ശാസ്ത്രവും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് വന്നു ചേരുന്നത്. മാസ്കിന്റെ ഇപ്പം ഒരുപാട് കഥകളുണ്ട്. ഒരു കാര്യം മാത്രം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. മാസ്ക് ധരിക്കൽ നിർബന്ധമാക്കിയ മേയർമാരോട് തീരുമാനം മാറ്റാൻ നിർദ്ദേശിക്കുന്ന സ്റ്റേറ്റ് ഗവർണർമാരുണ്ട്. ഫ്ലോറിഡയിലും ന്യൂ മെക്സിക്കോയിലും ഒക്കെ നടന്നതാണ്. മേയർമാർ അവർ സിറ്റികൾ എല്ലാവരും മാസ്ക് ധരിക്കണമെന്ന് പറഞ്ഞ് ഗവർണർമാർ മേയറോട് പറയാണ് മാസ്ക് ധരിക്കുന്നത് നിർബന്ധമാക്കേണ്ട കാര്യമില്ല എന്നുള്ളത്. അവിടെയാണ് വിശ്വാസം, ശാസ്ത്രം, സമൂഹം എന്നിവ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നു. മറ്റൊന്ന് ഗവൺമെന്റിന്റെ ഇടപെടൽ. ഗവൺമെന്റ് ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി, ഇത് വേറൊരു ഉദാഹരണമാണ്. ഹോസ്പിറ്റലിലുള്ള എത്ര പേർക്ക് അസുഖമുണ്ട്, എത്ര പേർ അവർക്ക് ചികിത്സ കൊടുത്തിരിക്കുന്നു, എത്ര പേർ മരിച്ചിരിക്കുന്നു, ഇത് സ്ഥിതി വിവര കണക്കുകൾ മുഴുവനും സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിലേക്കാണ് പോകുന്നത്. അവരാണ് ഇത് മുഴുവൻ കൈകാര്യം ചെയ്യുന്നത്. എപ്പിഡീമിയോളജിസ്റ്റുകൾ ഉണ്ട് അവിടെ.
അവരാണ് ഇത് കൈകാര്യം ചെയ്തത്. അപ്പോൾ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിലേക്കാണ് എല്ലാ വിവരങ്ങളും എല്ലാ ഹോസ്പിറ്റലുകളിൽ നിന്നും പോകുന്നത്. അത് വൈറ്റ് ഹൗസിന്റെ ഓർഡർ വന്നു അത് സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിലേക്ക് അയക്കരുതെന്നും അത് നേരെ വൈറ്റ് ഹൗസിലേക്കാണ് അയക്കേണ്ടതെന്നും. എന്ന് വെച്ചാൽ വൈറ്റ് ഹൗസിന് അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, ആ നമ്പറുകൾ. അപ്പൊ ഇനി മുതലുള്ള നമ്പറുകൾ വൈറ്റ് ഹൗസ് മാനിപ്പുലേറ്റ് ചെയ്ത നമ്പറുകളാകാൻ സാധ്യതയുണ്ട്, അത് തീർച്ചയായും സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ രാഷ്ട്രീയ ഭാഷയിൽ കൃത്യമായ ഒരു ഫാസിസ്റ്റ് ഇടപെടലാണ് എന്നാണ് നമ്മുടെ രാഷ്ട്രീയ ഭാഷയിൽ ഇതിനെക്കുറിച്ച് പറയുന്നത്. യെസ്, തീർച്ചയായും അതെ. യെസ്, വൈറ്റ് ഹൗസിന്റെ നിയന്ത്രണത്തിലേക്ക് സ്ഥിതി വിവര കണക്കുകൾ എടുക്കുക. സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ഇതെന്താ ചോദിച്ചാൽ ടെക്സ്റ്റ് ബുക്ക് മെറ്റീരിയൽ. ഞാൻ പഠിപ്പിക്കുന്ന മൈക്രോബയോളജി പുസ്തകത്തിൽ പോലും സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിന്റെ ഗ്രാഫുകളാണ്. അവരാണ് എല്ലാ അസുഖങ്ങളുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്, പൊതുജനത്തിന് വേണ്ടി പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയാണ് ഈ ശാസ്ത്രത്തെ നിരാകരിക്കുന്നത്. വിവരമില്ലായ്മ മാത്രമല്ല, ദാറ്റ് ഈസ് ലീതൽ, ദാറ്റ് ഈസ് ഡെഡ്ലി. യെസ്, അതാണ് ഇവിടുത്തെ മരണങ്ങൾ കൂടാൻ ഒരു കാര്യം. മറ്റു കാര്യങ്ങളുണ്ട്, പക്ഷെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഇതാണ്. അപ്പോൾ ഭരണ തലപ്പത്ത് നിന്ന് തന്നെയാണ് ഇത് കൂടുതൽ ഇത് വരുന്നത്. അപ്പോൾ അത് കൂടുതൽ ഇറ്റ്സ് ഗെറ്റിംഗ് മോർ ഡെഡ്ലി, ഇറ്റ് ഈസ് റിയലി റിയലി ലീതൽ ഭരണകൂടത്തിന്റെ അടുത്തുനിന്ന് വരുമ്പോൾ. പ്രത്യേകിച്ച് അവസാനത്തെ ആ ബുള്ളറ്റ് പോയിന്റ് നോക്കുക. മാസ്ക് ധരിക്കുന്നവർ എന്നെ നിരാകരിക്കുന്നവരാണെന്നുള്ളത് ഇദ്ദേഹം പറഞ്ഞതാണ്, ട്രംപ് പറഞ്ഞതാണ്. യെസ്, അപ്പൊ മാസ്ക് ധരിക്കുക എന്നുള്ള അതാണ് ഞാൻ ആദ്യം അത് ശാസ്ത്ര തത്വമായിട്ട് അവിടെ പറഞ്ഞു. മാസ്ക് നേരത്തെ കാണിച്ചത് മാസ്ക് ധരിക്കുന്നത് എങ്ങനെ ശാസ്ത്ര തത്വമായിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ മാസ്ക് ധരിക്കുന്നത് എന്നെ, അതെ, മാസ്ക് ധരിക്കുക എന്നുള്ളത് ഒരു ശാസ്ത്ര തത്വമായിട്ട് അംഗീകരിക്കാതെ അത് രാഷ്ട്രീയവൽക്കരിച്ച് അത് ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ മാത്രമായി മാറ്റുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒരു രാജ്യത്തെ ഉദാഹരണമായിട്ട് എടുത്തതാണ്. പല ലിമിറ്റേഷൻ, ഇവിടെ ഞാനിതിൻ്റെ ഡീറ്റെയിലേക്കൊന്നും പോകുന്നില്ല. പല പല ചിന്തകൾ ഇതിന്റെ പുറകിൽ വരേണ്ടതാണ്. അത് നമുക്ക് വേണമെങ്കിൽ ചർച്ചാ സമയത്ത് അതിനെക്കുറിച്ച് സമയമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം കൂടുതൽ. ഓക്കെ, ഇതിൽ മറ്റു സ്വാധീനങ്ങൾ ഉള്ളത്. അപ്പൊ ഞാനിപ്പോഴും ഇവിടെ പ്രസന്റ് ചെയ്യുന്ന ഏറ്റവും ലളിതമായ ഏറ്റവും മെയിൻ പോയിന്റുകൾ മാത്രം ഞാൻ പ്രസന്റ് ചെയ്യുകയാണ്. കാരണം എൻ്റെ പ്രധാന ഉദ്ദേശം നിങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. ഇന്നിവിടെ സമയം കിട്ടിയെങ്കിൽ മാത്രം ചർച്ച ചെയ്യുകയല്ല, നിങ്ങൾ ഇത് നിങ്ങളുടെ എല്ലാ മാധ്യമങ്ങളിലും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അമേരിക്ക ഒരു മോഡലാക്കി എടുത്തിട്ട് ഒരു മഹാമാരി 2020 ഒരു മഹാമാരി, ഒരു പാൻഡമിക് വന്നപ്പോൾ ഒരു രാജ്യം, ഏറ്റവും വലിയ സാമ്പത്തിക അടിത്തറ ഉള്ളത് ഒരു രാജ്യം എന്ത് ചെയ്തു എന്നുള്ളത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായും നമ്മൾ ചരിത്ര കൊതുകുകളായി, നമ്മൾ ശാസ്ത്രാന്വേഷകകളായി നമ്മൾ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ഈ മുൻവിധി എന്നുള്ളത് നമ്മുടെ പ്രശ്നമാണ് മനുഷ്യന്റെ. നമ്മുടെ മുൻവിധിയെ പിന്തുണയ്ക്കുന്ന വസ്തുക്കളെ നമുക്ക് എപ്പോഴും അത് അത്യാവശ്യമാണ്, അത് എളുപ്പമല്ല അത് മാറ്റിയെടുക്കാൻ. അത് മനുഷ്യ സഹജമാണ്, അത് നമ്മുടെ ഒരാളുടെ പ്രശ്നമല്ല, എല്ലാവരുടെയും പ്രശ്നമാണ്. പക്ഷേ അത് രാഷ്ട്രീയവൽക്കരിക്കപ്പെടുമ്പോൾ അതിൻ്റെ മാനങ്ങൾ, അതിൻ്റെ ഡിമെൻഷൻസ് മാറുകയാണ്. അത് ഭീതിതമാണ്. അതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അപ്പോൾ മുൻവിധികൾ ഒക്കെ, എല്ലാവർക്കും മുൻവിധികളുണ്ട്, എല്ലാവർക്കും വിശ്വാസങ്ങളുണ്ട്, തീർച്ചയായും. അപ്പോൾ വിശ്വാസങ്ങൾ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നു. കേരളം ഇക്കാര്യത്തിൽ കൊറോണ കേസിൽ വളരെ ലോകപ്രസിദ്ധി ആർജിച്ചതാണ്. ഇപ്പോൾ പ്രശ്നമുണ്ട്, കാരണം കൂടുതൽ പടരുന്നുണ്ട്. പക്ഷേ വിശ്വാസങ്ങളും ശാസ്ത്രവും തമ്മിലുള്ള ഇടകലശൽ വരുമ്പോൾ നമ്മൾ മലയാളികൾ എന്ത് ചെയ്തു, അല്ലെങ്കിൽ കേരളത്തിലെ ഭരണകൂടം എന്ത് ചെയ്തു എന്നുള്ളത് ആൾക്കാർ ഇപ്പോൾ പഠിക്കുന്നുണ്ട് തീർച്ചയായും. അപ്പൊ മുൻവിധികളെ പലതും മാറ്റിവെച്ചിട്ടാണ് നമ്മൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ മരണം വാതിൽക്കൽ ഒരു നാൾ എന്നല്ല. സോറി, ഇത് പറ്റി എങ്ങനെ ഇല്ലാതായത്? പ്രസന്റേഷൻ പോയി ഇവിടുന്ന്. കേൾക്കുന്നുണ്ട് ഇല്ലേ? സ്ക്രീൻ എങ്ങനെയോ മാറിപ്പോയി. ഹെൽപ്പ് ഹിയർ. This one? Oh, okay.
തിരിച്ചു കിട്ടി. ഓക്കെ തിരിച്ചു കിട്ടി. യെസ് യെസ്, കമ്പ്യൂട്ടർ എന്തോ പ്രശ്നം ഉണ്ടാക്കിയതാണ്. റൈറ്റ്. അപ്പൊ ഇതാണ് യു എസിലെ മൊത്തം കേസുകൾ ഇന്നലെ വരെയുള്ളത്. 4.2 മില്യൺ ആൾക്കാർക്കാണ് അസുഖം. മരണം 1.5 ലക്ഷം. ഇത് ഇപ്പൊ 1.46 ആണ്, ഇപ്പൊ 1.5 ലക്ഷം ആയി കാണും. ഇതാണ് ഈ രാജ്യം ഫേസ് ചെയ്യുന്നത്. ഇതാണ് സത്യം എന്നുള്ളത്. ഓക്കെ, ഇതാണ് സത്യം. അപ്പോൾ എന്താണ് നമ്മൾ ഇവിടെ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത്? ശാസ്ത്രത്തിലുള്ള വിശ്വാസത്തിൽ തീവ്രമാണ് രാഷ്ട്രീയ നിലപാടിലുള്ള വിശ്വാസം എന്നുള്ളത്. അത് ഈ രാജ്യത്ത് നേരത്തെ പറഞ്ഞ പോലെ അത് സ്വാതന്ത്ര്യ ബോധവുമായി ബന്ധപ്പെട്ടതാണ് ഈ രാജ്യത്തെ. പക്ഷേ മരണം മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ സ്വാതന്ത്ര്യ ബോധം എവിടെ ആണെന്നുള്ളതിനെ കുറിച്ചുള്ളതാണ് തീർപ്പ് കൽപ്പിക്കാനാകാതെ ഇവർ കുഴങ്ങുന്നത് ഈ സമയത്ത്. ഇവർ നല്ല ഞങ്ങൾ അമേരിക്കക്കാർ കുഴങ്ങുന്നത് എന്നുള്ളത്. പ്രത്യേകിച്ചും ഭരണകൂടത്തെ സപ്പോർട്ട് ചെയ്യുന്നവർ, ഭരണകൂടം അതിൻ്റെ കൂടുതൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ചൂട്ട് പിടിക്കുന്നവരാണ് ഭരണകൂടവും എന്നുള്ളത്. അതുകൊണ്ട് മരണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തെ ഒരു രാജ്യത്തും ഇല്ലാത്ത തരത്തിൽ മരണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് ശാസ്ത്രവും വിശ്വാസവും തമ്മിലുള്ള. അപ്പൊ വിശ്വാസം എന്നുള്ളത് അതിൽ എല്ലാ വിശ്വാസങ്ങളും വരുന്നുണ്ട്. നിങ്ങളുടെ പൊളിറ്റിക്കൽ ബിലീഫ് മാത്രമല്ല, നിങ്ങളുടെ റിലീജിയസ് ബിലീഫ്. മിക്കവാറും റിപ്പബ്ലിക്കൻസ് പണ്ട് മുതലേ അവർ റിലീജിയസ് ബിലീഫ് തീവ്രമായിട്ടുള്ളവരാണ്. എവല്യൂഷൻ, പരിണാമം പഠിപ്പിക്കേണ്ട എന്ന് വാശി പിടിക്കുന്നവർ പലരുമുണ്ട്, ഇപ്പോഴുമുണ്ട്. അതെ, അതിനുവേണ്ടി പരിണാമം പഠിപ്പിക്കാത്ത പ്രൈവറ്റ് സ്കൂളുകളിൽ കുട്ടികളെ വിടുന്നവരുമുണ്ട് ഇപ്പോഴും. യെസ്, ചില കോളേജുകളിൽ പരിണാമം പഠിപ്പിക്കരുത്. ഞാനൊരു കോളേജിൽ ഒരിക്കൽ അവിടെ ഒരു ക്ലാസ് എടുക്കാൻ ഇന്റർവ്യൂവിന് എന്നെ വിളിച്ചു. അപ്പോൾ അവരുടെ ഒരു നിബന്ധന പരിണാമം പഠിപ്പിക്കരുതെന്ന് എന്നോടോ ബാല എന്നാണ്. പരിണാമം പഠിപ്പിക്കരുതെന്ന് പറഞ്ഞോടെ ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. അങ്ങനത്തെ സ്ഥലങ്ങൾ ഇപ്പോഴും ഉണ്ടെന്ന് വിചാരിക്കണം. അങ്ങനത്തെ കോളേജുകൾ ഉണ്ട്, തീർച്ചയായും ഉണ്ട്. അപ്പൊ ശാസ്ത്രത്തിലുള്ള വിശ്വാസത്തെക്കാൾ തീവ്രമാണ് രാഷ്ട്രീയ നിലപാടിലും മറ്റു വിശ്വാസങ്ങളിലുള്ളത്. ആ തീവ്രത എവിടെ ആ തീവ്രത വന്നു എന്നുള്ളത് അത് സ്വാതന്ത്ര്യ ബോധത്തിൽ നിന്നും വന്നതാണ് തീർച്ചയായും. പക്ഷെ സ്വാതന്ത്ര്യം എവിടെ വരെ എന്നുള്ളത്, അവിടെയാണ് മരണവുമായിട്ട് നമ്മളൊരു ബന്ധം നിർമ്മിക്കേണ്ടി വരുന്നത്. പക്ഷെ കടുംപിടുത്തത്തിൽ പലരും നിന്ന് പോയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കൊറോണ വന്നിട്ട് വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ മാത്രം വരേണ്ട ഒരു മാനസിക മാറ്റമല്ല അവിടെ ആവശ്യം. ഓക്കെ, ആരാണ് മരിക്കുന്നത്? ഇത് വേറൊരു, ഞാനിവിടെ ഇത് ചർച്ച ചെയ്യുന്നില്ല, ഇതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഇവിടെ ആരാണ് മരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അവരുടെ വർഗം എന്താണ് എന്നുള്ളത് അത് മറ്റൊരു വിഷയമാണ്. ഞാൻ ഇതിലേക്ക് ഇവിടെ പോകുന്നില്ല. പക്ഷേ ഇവിടെ അതും കൂടെ നമ്മൾ ആലോചിക്കേണ്ടതാണ്. കാരണം ഇവിടെ മരിക്കുന്ന ഒരുപാടും കറുത്ത വർഗ്ഗക്കാരാണ്. ബ്ലാക്സ് എന്നാണ്, ബ്ലാക്സ് എന്നുള്ള വാക്ക് ഉപയോഗിക്കരുതെന്നാണ് ഇവിടുത്തെ നിയമം. ആഫ്രിക്കൻ അമേരിക്കൻസ് എന്നതാണ് വളരെ സുന്ദരമായ പദം. ബ്ലാക്സും സ്പാനിഷ് വംശജർ അല്ലെങ്കിൽ ലാറ്റിനോ അവരാണ് കൂടുതൽ മരിക്കുന്നത്. എല്ലായിടത്തും പല കാരണങ്ങളുണ്ട്. അതിൽ അവർക്ക് ഹെൽത്ത് കെയറിന്റെ ഇഷ്യൂകൾ, അവർക്ക് കിട്ടുന്ന പരിചരണങ്ങൾ, അവർക്ക് കിട്ടുന്ന ആക്സസ്സുകൾ, അവർക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ള സൗകര്യങ്ങൾ, ഇതൊക്കെ കിട്ടാതെ വരുന്ന അവശരാണ് ഇവർ, ഈ രണ്ട് ഗ്രൂപ്പുകളും. കൂടുതൽ മരണങ്ങൾ വളരെ ക്ലിയർ ആണ്. കൂടുതൽ മരണങ്ങൾ അവർക്കാണ്. കൂടുതൽ മരണങ്ങൾ പ്രത്യേകിച്ചും സ്ത്രീകളാണ്. യെസ്, അങ്ങനെയുമുണ്ട്. അപ്പോൾ ആരാണ് മരിക്കുന്നത് എന്നുള്ള ഇവിടെ കൃത്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം പാർട്ടിയെ സംബന്ധിച്ച് അത് രാഷ്ട്രീയത്തിന്റെ കാര്യമാണത്. പാർട്ടിയെ സംബന്ധിച്ച് ഇതൊരു കോൺസ്പിരസി തിയറിയാണെന്നാണ് ഇപ്പോൾ ചിലർ പറയുന്നത്. പക്ഷെ സത്യമായ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ റിപ്പബ്ലിക്കൻസിന്റെ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ളവരല്ല ഇവർ. അപ്പോൾ ഇവർ മരിച്ചുപോയാലും ഇവർ മരിച്ചുപോയാൽ ഞങ്ങൾക്ക് ഛേദമൊന്നുമില്ല, നന്നായി, അടുത്ത ഇലക്ഷനിൽ ഞങ്ങൾ ജയിക്കാൻ കൂടുതൽ സാധ്യത വരും എന്നത് കോൺസ്പിരസി തിയറിയാണെന്നാണ്. പക്ഷേ അതിൽ സത്യത്തിന്റെ ചില മിന്നായങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. സത്യമാണത്. കാരണം മരിക്കുന്നവർ മിക്കവാറും അവരാണ്. അപ്പൊ നവംബറിലെ ഇലക്ഷനിൽ അത് പാർട്ടി സംബന്ധിച്ചും ഭരണകൂടത്തെ, ഇപ്പോഴത്തെ ട്രംപ് ഭരണകൂടത്തെ സംബന്ധിച്ചും അവർക്ക് സന്തോഷദായകമാണ്. കാരണം ആരാണ് മരിക്കുന്നത് എന്നുള്ളവർ അവർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഐ എം ഷുവർ ദേ ആർ looking at those numbers. They're looking at the skin color of the dead bodies. That is the truth of it. They're looking at the facial feature of the dead bodies and they're laughing at it. Could be. അത് കുറച്ച് ഗ്രാഫിക്കായിട്ട് ഞാൻ പറഞ്ഞാണ്. പക്ഷേ അവിടെ ഒരു സത്യത്തിന്റെ അംശം അവിടെ തീർച്ചയായും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും പോയിന്റുകൾ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം.
ഇനി നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ചോദ്യങ്ങളിലെ ചർച്ചയോ ആകാം എന്നാണ് എൻ്റെ ഒരു താല്പര്യം. അപ്പം നമുക്കിത് ഇവിടെ വെച്ച് ചർച്ച ചെയ്യാം. ഓക്കെ ഓക്കെ റൈറ്റ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതുപോലെ ഞാൻ കുറെ പോയിന്റുകൾ നിങ്ങളുടെ മുൻപിൽ വെക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ ആലോചനകൾ കുറച്ചൊക്കെ നമുക്കിവിടെ സമയം അനുസരിച്ച് കുറച്ച് ആലോചനകൾ നമുക്ക് പങ്കുവയ്ക്കാം. അപ്പോൾ ഇവിടെ ചോദ്യങ്ങൾ, എനിക്ക് തോന്നുന്നു ചോദിക്കുകയല്ല, ഇതിന്റെ സംഘാടകർ പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങൾ ടൈപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ വളരെ സുഹൃത്തുക്കളെ, വളരെ കുറഞ്ഞ സമയം എടുത്തുകൊണ്ട് അദ്ദേഹം വളരെ വിശദമായി വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട്. സമയം കുറവാണെങ്കിലും അതിൽ പറഞ്ഞ പല കാര്യങ്ങളും ഒരുപക്ഷെ നമ്മുടെ അറിവിൽ വളരെ ഞെട്ടിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അതിന് മേലൊരു ചർച്ചയിലേക്ക് പോകാം. അപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മൈക്കാരും ഓണാക്കരുത്, കാരണം അത് നമ്മുടെ മൊത്തത്തിൽ പരിപാടിയെ ബാധിക്കും. നിങ്ങളുടെ സംശയങ്ങളും ആശയങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ ഇടുക. അദ്ദേഹം അത് വായിച്ച് അതിനോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം രേഖപ്പെടുത്തുന്നതാണ്. ഓക്കെ, ഞാനൊരു അരവിന്ദ് SS ഞാൻ മറുപടി പറയട്ടെ. അരവിന്ദ് SS ചോദ്യമാണ് ഇവിടെ ആദ്യം കാണുന്നത്. ഓക്കെ, അരവിന്ദ് കേൾക്കുന്നുണ്ടായിരിക്കുമല്ലോ. അരവിന്ദ് ചോദിച്ചിരിക്കുന്ന സയൻസ് ആൻഡ് പൊളിറ്റിക്സ് എപ്പോഴും റിലേറ്റഡ് അല്ല. തീർച്ചയായും അതെ, സയൻസ് പൊളിറ്റിക്സും യെസ്, തീർച്ചയായും അതെ. കാരണം പൊളിറ്റിക്കൽ ഡിസിഷൻ ആണ് സയൻസിന്റെ ഭാവി നിശ്ചയിക്കുന്നത്. തീർച്ചയായും അതെ, അത് രണ്ടും തമ്മിൽ ബന്ധപ്പെട്ടതാണ്. പക്ഷേ എന്തിനാണ് പൊളിറ്റിക്സ്, എന്തിനാണ് സയൻസ്, എന്തിനാണ് പൊളിറ്റിക്സ് എന്നുള്ളത്? ആളുകളെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ ചിന്താഗതി, ഒരു ഭരണകൂടം നിർമ്മിച്ചെടുക്കുന്നത് അത് നേരത്തെ കഴിഞ്ഞ 2019 കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചുള്ളതായിരുന്നു പ്രശ്നങ്ങൾ. ഇപ്പോഴിവിടെ മരണം, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗത്തെക്കുറിച്ചാണ്. അപ്പോൾ പൊളിറ്റിക്കൽ തിങ്കിങ് എവിടെയാണ് ഊന്നേണ്ടത് എന്നുള്ളത് മനുഷ്യരുടെ സ്വാസ്ഥ്യത്തെക്കുറിച്ചാണ്. അവിടെയാണ് പൊളിറ്റിക്കൽ തിങ്കിങ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിനാണ് ഞാൻ ബൈസന്റൈൻ ഭരണകൂടത്തിന്റെ കാര്യം പറഞ്ഞ, കോൺസ്റ്റാന്റിനോപ്പിൾ തകർന്നതിന്റെ കാര്യം പറഞ്ഞ. പൊളിറ്റിക്കൽ തിങ്കിങ്, പൊളിറ്റിക്സ്, രാഷ്ട്രീയം മാറുന്നതിനോടനുസരിച്ച് സമൂഹം മാറുന്നു എന്നുള്ളത് തീർച്ചയായും അതെ. അപ്പോൾ പൊളിറ്റിക്കൽ തിങ്കിങ് അനുസരിച്ച് അവരാണ് നിശ്ചയിക്കുന്നത്. പക്ഷെ ശാസ്ത്രത്തിൽ അടിയുറപ്പുള്ള ഒരു ഭരണകൂടമായിരുന്നു പണ്ട് മുതലേ അമേരിക്കയിൽ. തോമസ് ജെഫേഴ്സൺ ആണ് ആദ്യമായിട്ട് ശാസ്ത്രത്തെ പ്രകീർത്തിച്ചുകൊണ്ട്, പണ്ടത്തെ പ്രസിഡന്റാണ്, തോമസ് ജെഫേഴ്സന്റെ കാലത്ത് മുതൽ ശാസ്ത്രത്തെ അടിയുറച്ച ഒരു ഭരണകൂടമാണ് റൂസ്വെൽറ്റ്. പുസ്തകം വരെ എഴുതി റൂസ്വെൽറ്റ്. അപ്പോൾ പൊളിറ്റിക്കൽ തിങ്കിങ് എക്സാക്ട്ലി സയൻസ് എല്ലായിടത്തും അതെ പൊളിറ്റിക്കൽ. പക്ഷെ എല്ലായിടത്തും ഇപ്പൊ സയൻസ് ബേസ്ഡ് ആണ് പൊളിറ്റിക്കൽ തിങ്കിങ്. അതിൽ അപ്പൊ പരിണാമം പഠിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് ചെറിയ കാര്യമാണ്. പരിണാമം ഏതായാലും പഠിക്കപ്പെടും പിള്ളേർ. ഞാൻ ഇപ്പൊ സ്കൂളിൽ പഠിപ്പിച്ചല്ലെന്ന് വിചാരിച്ച് എൻ്റെ കുട്ടികൾ പരിണാമം എവിടുന്നെങ്കിലും മനസ്സിലാക്കും, അത് സത്യമാണെന്ന് അവർക്ക് മനസ്സിലാകുകയും ചെയ്യും. അതുകൊണ്ട് അത്തരം പൊളിറ്റിക്സുകൾ വില പോവുകയില്ല, താനും അൾട്ടിമേറ്റ്ലി വില പോവുകയില്ല എന്നുള്ളത് അതെ, തീർച്ചയായും അത് ശരിയാണ്. ഓക്കെ റൈറ്റ്. ഓംകാരനാഥൻ ചോദിച്ചിരിക്കുന്നു, ശാസ്ത്രത്തെ ഭരണകൂടം ഭയക്കുന്നുണ്ട്, ശാസ്ത്രത്തെ അനുകൂലമാക്കാൻ ഭരണകൂടം ശ്രമിക്കില്ല. തീർച്ചയായിട്ടും അതെ, അതെ, ശാസ്ത്രത്തെ അനുകൂലമാക്കാം. എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഭരണകൂടമാണ് ചിന്തിക്കുന്നത്. ചൈനയിലെ ഒരാള് ജനറ്റിക് എഡിറ്റിങ്ങിൽ കൂടെ 2 ഇരട്ട കുട്ടികൾക്ക് എയ്ഡ്സ് വരാത്ത രീതിയിലുള്ള ജനറ്റിക് വ്യതിയാനങ്ങൾ കൊണ്ട് ജീൻ എഡിറ്റിംഗ് വഴി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഭരണകൂടം അവിടെ തടയിട്ടു. ഭരണകൂടമാണ് ചിന്തിക്കുന്നത് സയൻസ് എവിടെ പോകണം. ഇന്ത്യയിൽ പോട്ടെ, അമേരിക്കയിലെ ഏറ്റവും വലിയ ഫണ്ടിങ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത്, അത് ഗവൺമെന്റിന്റെയാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് തീർച്ചയായും ഗവൺമെന്റിനാണ്. പക്ഷേ അത് ഇൻഡിപെൻഡന്റ് ഏജൻസിയാണ്, ഗവൺമെന്റിന്റെ ആണ്, പൈസ ഗവൺമെന്റിന്റെ ആണെങ്കിലും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ഒരു ഇൻഡിപെൻഡന്റ് ഒരു സ്ഥാപനമാണ്. അവിടുത്തെ ശാസ്ത്രജ്ഞരാണ് തീരുമാനിക്കുന്നത് എന്നുള്ളത് തീർച്ചയായും അതെ. അപ്പൊ അനുകൂലമാക്കാൻ ഭരണകൂടം ശ്രമിക്കും, പക്ഷെ അത് ശാസ്ത്രത്തിൽ അടിയുറച്ചത് ആകണം എന്ന്
ചിന്തിക്കുന്ന ഭരണകൂടമാണ് ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ഈഴ വരെ ഉണ്ടായിരുന്നത് എന്നുള്ളത്. അതിലൊരു മാറ്റമാണ് ഈഴ വന്നിരിക്കുന്നത്. അബ്ദുൾ റാവു WHO UN എന്നുള്ള വിടുതൽ, അതെ, അതൊരു ഒരു ഒരു വലിയൊരു പൊളിറ്റിക്കൽ മൂവാണ്. കാരണം WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ചൈനയുടെ സ്വാധീനത്തിലാണ് എന്നുള്ളതിൽ നിന്ന് ഉറപ്പെടുത്തതാണ് അതിലേക്കുള്ള പണം പിൻവലിച്ചത് അമേരിക്ക. അതിൽ മറ്റു ചില കാര്യങ്ങൾ, കാരണം ചൈനീസ് ശാസ്ത്രജ്ഞർ, നിങ്ങൾ അറിയാത്ത ന്യൂസാണിത്, ചൈനീസ് ശാസ്ത്രത്തിന് അമേരിക്കൻ ശാസ്ത്രത്തെ തുരങ്കം വയ്ക്കുന്നതെന്നും ഇവിടുത്തെ രഹസ്യങ്ങൾ അവര് ചോർത്തുകയാണെന്ന് പറഞ്ഞു ഒരുപാട് ചൈനീസ് ശാസ്ത്രജ്ഞന്മാരെ ഫയർ ചെയ്തിട്ടുണ്ട് യൂണിവേഴ്സിറ്റികളിൽ നിന്ന്. ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ എത്ര സത്യമുണ്ട് എന്നുള്ളതും എനിക്കറിയത്തില്ല. പക്ഷെ ചൈനയുമായിട്ട് വലിയൊരു ശാസ്ത്രത്തിന്റെ ഫീൽഡ് വലിയ ഒരു ശത്രുതാപരമായ ഒരു ഇടപെടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ WHO നിന്ന് പിന്മാറ്റം, WHO ചൈനയുടെ സ്വാധീനത്തിലാണെന്നും ചൈനയുടെ സ്വാധീനത്തിലാണെന്നുള്ളതും എനിക്കും തോന്നുന്നുണ്ട്, ആണെന്നും അതുകൊണ്ടാണ് പിന്മാറുന്നതും എന്നുള്ളതാണ് മറ്റൊന്ന്. ഓക്കെ, അത് അമേരിക്കയുടെ സ്വാധീന വലയം കുറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സ്വാധീന വലയം തീർച്ചയായും കുറയുന്നുണ്ട്. കാരണം ലോകത്തെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഭരണകൂടത്തിന്. പ്രത്യേകിച്ചും ഈ കൊറോണ വൈറസിനെ നേരിട്ടത് ലോകത്തെ ബോധ്യപ്പെടുത്താൻ ഇതുവരെ ഈ ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളത്. തീർച്ചയായും ഇപ്പൊ സ്വാധീന വലയം കുറയും. യെസ്. അരുൺ റോയിയുടെ ചോദ്യം, ബയോളജിക്കൽ സംശയം, മൃതശരീരത്തിൽ കൊറോണ വൈറസിന് എത്ര സമയം നിലനിൽക്കാൻ? മൃതശരീരത്തിൽ കുറച്ച് സമയം നിൽക്കാൻ പറ്റും. ആ സെല്ലുകൾ വയബിൾ, അതിന് കൊറോണ വൈറസിന് വിഭജിക്കാൻ സമയം കിട്ടുന്ന, അല്ലെങ്കിൽ അതിനുള്ള റിസോഴ്സസ് നമ്മുടെ കോശങ്ങളിലെ റിസോഴ്സസ് ഉപയോഗിച്ചാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ കോശങ്ങൾ മരിച്ചു തുടങ്ങിയാൽ കൊറോണ വൈറസിന് വിഭജിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അധികം നാൾ, മേ ബി കുറച്ച് മണിക്കൂറുകൾ തന്നെ വേണമെന്ന് നിർബന്ധമില്ല. കുറച്ച് സമയം മാത്രമേ ഒരു ഡെഡ് ബോഡിയിൽ ഇത് നിലനിൽക്കുന്നുള്ളൂ എന്നാണ്. അരവിന്ദ് ചോദിക്കുന്നു, ഹോമിയോപ്പതി ഓൾട്ടർനേറ്റ് മെഡിസിൻ. ഹോമിയോപ്പതിയെ കുറിച്ച് എനിക്കത്ര പിടിപാടില്ല. അതിലെ ശാസ്ത്രയുക്തി എനിക്കെപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല. തീർച്ചയായും, കാരണം ഡൈല്യൂട്ട് ചെയ്യുന്നതോടും എത്രയും ഡൈല്യൂട്ട് ചെയ്യുന്നു അത്രയും പൊട്ടൻസി കൂടുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച്, ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ച് അതിൽ യുക്തിയില്ല എന്നതുകൊണ്ട് ഹോമിയോപ്പതി എത്രമാത്രം ഫലപ്രദമാണെന്നുള്ളത് പറയാൻ ഒരു നിർവാഹമില്ല തൽക്കാലം. ഓക്കെ, രതീഷ് എസ് ചോദ്യം, ഭാരതത്തിൽ ശാസ്ത്രത്തിനും വിശ്വാസത്തിനും അപ്പുറം മാനുഷികതയെ പരിഗണിക്കുന്നതുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉയർന്നു നിൽക്കുന്നതാണ്. ഉണ്ട് മാനുഷിക, പക്ഷെ അതെല്ലാ രാജ്യങ്ങളിലും ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, മാനുഷിക മൂല്യങ്ങൾ മുന്നോട്ട് നിൽക്കുന്നത്, മാനുഷിക മൂല്യങ്ങൾ തീർച്ചയായും അമേരിക്കയിലാണെങ്കിൽ വളരെ കൂടുതലായിരുന്നു ഈയിടെ. മനുഷ്യ തീർച്ചയായും പൗരന്റെ ജീവൻ ഏറ്റവും കൂടുതൽ വിലയുള്ള രാജ്യം, വില കൽപ്പിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക, അത് സംശയമില്ല. അതിൽ ഇവിടുത്തെ നിയമങ്ങളെല്ലാം പൗരനെ പ്രൊട്ടക്ട് ചെയ്യാനാണ്. ആദ്യമായിട്ട് ഡിസേബിൾഡ് ആയിട്ടുള്ള വീൽ ചെയറിലുള്ളവർക്കുള്ള സംരക്ഷണം പണ്ട് നടന്നാണ്, 1965 മറ്റോ. പ്രത്യേകം വീൽ ചെയർ ഉള്ളവർക്ക് വേണ്ടി എങ്ങനെ ഈ രാജ്യം രൂപപ്പെടുത്താം എന്നുള്ള ചിന്തിച്ച് അവർക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയതാണ്. പൗരന്റെ ജീവന് വിലയുണ്ട് എന്നുള്ളത് തീർച്ചയായും ഉള്ളതാണ്. അപ്പോൾ മാനുഷിക മൂല്യങ്ങൾ നമുക്കുണ്ട്. പക്ഷേ ഭരണകൂടത്തിന്റെ, നമ്മുടെ നാട്ടിലെ വിശ്വാസം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതോറിറ്റിയെ അനുസരിക്കാൻ പഠിച്ചവരാണ് നമ്മൾ ഇന്ത്യയിലെ. അതൊരു വലിയ കാര്യമാണത്. അപ്പൊ ഈ സമയത്ത് അതോറിറ്റിയെ അനുസരിക്കേണ്ട കാലമാണ് എന്നുള്ളത്. അപ്പൊ സ്വാതന്ത്ര്യം എന്നുള്ളത്, അത് സ്വാതന്ത്ര്യം എവിടം വരെ, അതാണ് ഇപ്പോഴിവിടുത്തെ ചോദ്യം. അപ്പൊ മാനുഷിക മൂല്യങ്ങളെക്കാളും കൂടുതൽ വ്യക്തി സ്വാതന്ത്ര്യം, അതാണ് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന്. ഓക്കെ, അരുൺ റോയ്, മെഡിക്കൽ അനുബന്ധ മേഖലയിൽ യൂണിവേഴ്സൽ പ്രോട്ടോകോൾ അവ്യക്ത ഇത്തരം സാഹചര്യങ്ങൾ. തീർച്ചയായും, കാരണം ഈ വൈറസിനെ കുറിച്ച് നമുക്കൊന്നും അറിവില്ല, വളരെ പുതിയ വൈറസാണ്. ഇതെങ്ങനെ പടരും, കൃത്യമായ അറിവുകൾ ഇപ്പോഴും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോഴ് കൃത്യമായിട്ട് സാഹചര്യങ്ങൾ എങ്ങനെ നേരിടും, ഇതിനൊരു മരുന്നില്ല ഇതുവരെ. ആന്റിവൈറൽ മരുന്ന് റെംഡെസിവിർ, ഫ്ലാവിപിറാവിർ എന്നുള്ള 2 ആന്റിവൈറൽ വേണമെങ്കിൽ ഒരുമിച്ച് ഉപയോഗിച്ചാൽ കുറച്ച് കുറയും. പക്ഷേ അതിന് ഒരു പ്രഖ്യാപിത ഒരു നയം ഇല്ല മരുന്നുകൾക്കുള്ളത്, ഇതുവരെ മരുന്നില്ല ഇതിന്. അപ്പോൾ അവ്യക്തതകൾ, സാഹചര്യങ്ങൾ എങ്ങനെ നേടും ചോദിച്ചാൽ തീർച്ചയായും അവ്യക്തതകൾ, ഇതിന് മരുന്നില്ല.
പിന്നെ ഇൻഫ്ലമേഷൻ, നീർവീക്കം കുറയ്ക്കാനുള്ള ഡെക്സാമേത്തസോൺ ഉപയോഗിക്കാം എന്നുണ്ട്. ചില ഡോക്ടർമാർ അത് കൊടുക്കുന്നുമുണ്ട്. അത് പാർശ്വഫലങ്ങൾ അധികമില്ല, നീർവീക്കം കുറയ്ക്കാം. കാരണം ശ്വാസകോശത്തിലെ ഇൻഫ്ലമേഷൻ കൊണ്ടാണ് പലരും മരിക്കുന്നത്. അപ്പൊ അവ്യക്തതകളില്ലെന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട്. യെസ് യെസ്. വാക്സിനേഷൻ, ഓക്കെ, സോറി, വാക്സിനേഷൻ നടത്തിയാൽ മാത്രം ഫലപ്രദം? തീർച്ചയായും ഒരു നല്ല വാക്സിൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഫലപ്രദമായിട്ട് നമുക്കത് പ്രയോഗിക്കാം. യെസ്. മനോജ് കുമാർ, ദുർബലമായി ഇല്ലാതാകും നിരീക്ഷണത്തിൽ കഴമ്പുണ്ടോ എന്നുള്ളത്. ദുർബലമായി ഇല്ലാതാൻ സാധ്യതയുണ്ട്. പല വൈറസുകളും, പണ്ടത്തെ മഹാമാരി നടത്തിയിരുന്ന മറ്റൊരു കൊറോണ വൈറസ് ഉണ്ട്, OS43 എന്ന പേരിലുള്ളത്, 1890 മറ്റാണ്. ഇപ്പോൾ നമുക്കൊരു വെറും ജലദോഷം വന്ന് പോവുകയാണ്. അത് ചെറിയൊരു ഫ്ലൂ പോലെ വന്ന് നമ്മുടെ കയറി കൂടി പോവുകയാണ്, പഴയ ഒരു വമ്പൻ. അപ്പൊ ഒരു കാലത്ത് അധികം താമസിയാതെ ഇതും ഒരു കാലാകാലങ്ങളിൽ ചെറിയൊരു ഫ്ലൂ പോലെ വരുന്ന ഒരു പാവം കുഞ്ഞായി മാറാൻ തീർച്ചയായും സാധ്യതയുണ്ട്. ദുർബലമായി ഇല്ലാതാവും എന്നുള്ള കഴമ്പുണ്ടോ? അതിൽ സാധ്യതയുണ്ട് എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് നടക്കുമെന്ന് തീർച്ചയില്ല. ഓക്കെ. പക്ഷപാതമില്ല, അതുല്യ, പക്ഷപാതമില്ലാത്ത ശാസ്ത്രം സാധ്യമാണ് വിത്തൗട്ട് ഇൻ പൊളിറ്റിക്കൽ അപ്പീൽ ആൻഡ് സൈക്കോളജിക്കൽ എലമെന്റ്. എളുപ്പമല്ല അത്. അത് വിശ്വാസത്തിൽ എത്രമാത്രം വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹമാണ് ആ രാജ്യത്ത് നിലവിലുള്ളത് എന്നതനുസരിച്ചിരിക്കും. ഞാൻ നേരത്തെ സ്വീഡന്റെ കാര്യം പറഞ്ഞു. സ്വീഡൻ, സ്വിറ്റ്സർലൻഡ് ഇവയൊക്കെ മതവിശ്വാസത്തെ ത്യജിച്ച് കൂടുതൽ ശാസ്ത്രചിന്തയിൽ വിശ്വസിക്കുന്ന ലോകമാണ് അവരുടേത്. പിന്നെ മറ്റൊന്ന്, നിയമങ്ങളോടുള്ള ബഹുമാനം. സ്വീഡനിൽ ഒരുപാട് കൺട്രോൾ ചെയ്യാൻ പറ്റിയത് നിയമത്തോടുള്ള ബഹുമാനം കൊണ്ടാണ്. അപ്പോൾ പൊളിറ്റിക്കൽ അപ്പീൽ, തീർച്ചയായും പൊളിറ്റിക്കൽ അപ്പീൽ, ഭരണകൂടത്തിന്റെ ചിന്താപദ്ധതികൾ, ഇപ്പൊ അതിനാണ് ഈ അമേരിക്ക ഉദാഹരണം എടുത്തത്. ഭരണകൂടത്തിന്റെ ചിന്താപദ്ധതികൾ തീർച്ചയായും സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ പൊളിറ്റിക്കൽ അപ്പീൽ തീർച്ചയായും ഉണ്ട്. വിശ്വാസം എന്ന ഭാരം, പക്ഷെ എന്താണ് വിശ്വസിക്കുന്നത്, അതാണ് ഞാനിവിടെ പറയാൻ ശ്രമിച്ചത്. എന്തിലാണ് വിശ്വസിക്കുന്നത് എന്നുള്ളതാണ് ആ ഭാരം. തീർച്ചയായും അത് ഭാരമാണെങ്കിൽ തീർച്ചയായും ഭാരം. ആ ഭാരം മാറ്റിയിട്ട് നമുക്ക് പറ്റില്ല. പക്ഷെ എന്താണ് വിശ്വസിക്കേണ്ടത്, അതിജീവനം എങ്ങനെ സാധ്യമാകും എന്നുള്ളതാണ്. അത് പരിണാമത്തിന്റെ ശക്തിയാണത്. അതിജീവനം എങ്ങനെ സാധ്യമാകും എന്നുള്ളത് ചിന്തിക്കുക എന്നുള്ളത്. ഓക്കെ. ഹസീന ബിജി, പല രാജ്യങ്ങളിലെയും മൊർട്ടാലിറ്റി റേറ്റ് വ്യത്യാസപ്പെടാൻ എന്താണ് കാരണം എന്നുള്ളത് ആ രാജ്യത്ത് എങ്ങനെ അത് പടരുന്നു എന്നനുസരിച്ചിരിക്കും. ആ രാജ്യത്ത് എങ്ങനെയാ അത് കൺട്രോൾ ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും. മാസ്ക് ധരിക്കുന്നവരുടെ, ഇത് ടെസ്റ്റ് ചെയ്യുന്നവരുടെ എണ്ണം, ഇതെല്ലാം സൗകര്യങ്ങൾ, ഹെൽത്ത് കെയർ, പൊതുജനങ്ങൾക്ക് എത്രമാത്രം ഹെൽത്ത് കെയർ കിട്ടുന്ന, ഇതൊക്കെ അനുസരിച്ചിരിക്കും. ചില ചോദ്യങ്ങൾ കാണാതെ പോയിട്ടുണ്ട്. ഓക്കെ, യെസ്. മുകളിലുള്ളത് നോക്കട്ടെ. മുകളിലുള്ള ചിലത് കാണാതെ പോയിട്ടുണ്ട്. ഇടയ്ക്ക് ചില ചോദ്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട് സാറേ. വിട്ടുപോയിട്ടുണ്ട്. അതെല്ലാം കാണുന്നില്ല ഇവിടെ. ഓക്കെ, റൈറ്റ്, യെസ്. Right, Ashi Oman, how do you see the impact of COVID on the economy of America? Do you sense any fluctuation? Economy, ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ മരണം കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഇവിടെ കേസുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സാമ്പത്തിക തടസ്സി, ഈ ഭരണകൂടത്തിന്റെ തത്വം അനുസരിച്ച് എക്കോണമി, കടകൾ തുറന്നാൽ എക്കോണമി മെച്ചപ്പെടും എന്നുള്ള ഒരു വാശിപിടുത്തത്തിലാണ് ഇത്. കടകൾ തുറന്നാൽ എക്കോണമി മെച്ചപ്പെടും, പക്ഷെ ആൾക്കാർ കൂടുതൽ മരിക്കും. അതാണ് ഇപ്പൊ തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. ആൾക്കാർ കൂടുതൽ മരിച്ചാൽ എങ്ങനെ എക്കോണമി? There's no economy there. There's no money coming into the free circulation. ആൾക്കാർ ഇവിടെ ഇല്ലെങ്കിൽ, എല്ലാവരും അസുഖം പിടിച്ച ആശുപത്രിയിലാണെങ്കിൽ 4.2 മില്യൺ ആൾക്കാരാണ് അസുഖം പിടിച്ച് ഇരിക്കുന്നത്. അപ്പൊ എങ്ങനെ വരും? ഡി സി എനി ഫ്ലക്ച്വേഷൻ? തീർച്ചയായും യെസ്. എക്കോണമി എളുപ്പമല്ല ഇത്. ഈ വൈറസിനെ, അതാണ് ആന്റണി ഫൗസി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ വൈറസിനെ കണ്ടെയ്ൻ ചെയ്യാതെ ഒരു എക്കോണമിയും ഇവിടെ വരാൻ പോകുന്നില്ല എന്നുള്ള ആന്റണി ഫൗസി വ്യക്തമായി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ട്രംപിന് ആന്റണി ഫൗസിയെ കാണാൻ വയ്യാത്ത ഒരാളായി മാറിയത്. ഓക്കെ. ശൈലജ തമ്പാൻ, രാഷ്ട്രീയ വിശ്വാസം പുതിയ വിശ്വാസ ശാസ്ത്ര രൂപം പ്രവചിക്കുന്നുണ്ടോ? പല രാജ്യങ്ങളിലും തീർച്ചയായും ഉണ്ട്. പല രാജ്യങ്ങളിലും, പല യൂറോപ്യൻ രാജ്യങ്ങളിലും. സ്വീഡൻ ഒരു പാഠം പഠിച്ചതോടെ സ്വീഡൻ തീർച്ചയായിട്ടും യെസ്. പല രാജ്യങ്ങളിലും നേരത്തെ പഠിച്ചു കഴിഞ്ഞു. സൗത്ത് കൊറിയ, നിങ്ങൾക്കറിയാം, കൊറോണയെ വളരെ നന്നായിട്ട് നേരിട്ട രാജ്യങ്ങളുണ്ട്. യെസ്. വിശ്വാസ ശാസ്ത്ര ശാഖ രൂപപ്പെടും എന്നുള്ളത്. അതിനാണ് ഞാൻ ഒരു സ്ലൈഡ് ഞാൻ പവർ പോയിന്റ് കാണിച്ച് ജേക്കബ് ഉടക്കഞ്ചേരിയും മോഹന മൈദരും DIG അലക്സാണ്ടർ ജേക്കബ് എവിടെ നിൽക്കുന്നു എന്നുള്ളത് അന്വേഷിക്കേണ്ടതാണ്.
വിശ്വാസശാസ്ത്രജ്ഞ തീർച്ചയായും അതെ. ഗുരുവായൂരമ്പലം അടച്ചിട്ടും നമുക്കൊന്നും ഇവിടെ സംഭവിച്ചില്ല എന്നുള്ളത് മനുഷ്യർ അറിഞ്ഞിരിക്കുകയാണ്. യെസ്, ശബരിമല ഇത്തവണ ആരും അധികം പേര് പോയി പോലുമില്ല. അപ്പോൾ തീർച്ചയായും വിശ്വാസത്തിൽ മാറ്റങ്ങൾ മനുഷ്യൽ അത് പിന്നീട് അറിയും, അതിന് സമയമെടുക്കും. അതിന് വിശ്വാസത്തിലേക്ക് അതേപടി തിരിച്ചു വരുമെന്ന് സക്കറിയ മാത്രമായ ലേഖനം എഴുതിയിട്ടുണ്ട്. വിശ്വാസത്തിലേക്ക് ഇത് അതേപടി തിരിച്ചു വരും സാധ്യതയുണ്ട്. വലിയ വിശ്വാസ മാറ്റങ്ങൾ നടത്തുന്നില്ലെങ്കിലും ചെറിയ തോതിൽ വളരെ പതുക്കെ അതിലൊരു മാറ്റം വരാൻ തീർച്ചയായും സാധ്യതയുണ്ട്. കാരണം ഈ മാസ്ക് ധരിക്കൽ ഒരു ഫിസിക്കൽ ഒരു മാറ്റമാണ്. ഈ മാസ്ക് ധരിക്കുക എന്നുള്ളത് ഒരു ഫിസിക്കൽ മാറ്റം നമ്മളിൽ വരുമ്പോൾ അത് കൂടുതൽ ഉള്ളിലേക്ക് അത് ചെല്ലും. അതൊരു ഫിസിക്കൽ മാറ്റമാണ്. ഇങ്ങനെ കൈ കഴുകുക എന്നുള്ളതൊക്കെ ചില ഫിസിക്കൽ മനൂവേഴ്സ് മാറ്റം വരുന്നത് നമ്മുടെ ഉള്ളിൽ അത് ചെല്ലും. അപ്പൊ അത് തീർച്ചയായും നമ്മുടെ വിശ്വാസത്തെ തീർച്ചയായും അത് അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അതുല്യ ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു. ശ്രുതി കക്കാട്ടിൽ ചൈന സക്സസ്ഫുൾ ആണ് കൺട്രോളിങ് ഇൻ വുഹാൻ. എനി അതർ കൺട്രി ടു ഡു ദാറ്റ്? യെസ്, ചൈന വളരെ ശക്തമായ നിയമങ്ങൾ നമുക്കറിയാം. ചൈനീസ് ഗവൺമെന്റിന്റെ കാര്യം വളരെ അവർ പറഞ്ഞതാണ്. നിയമമാണ്. പോലീസുകാർ വീട്ടിൽ വന്ന് കയറും. യെസ്, ചൈനയിൽ അങ്ങനെയൊന്നുണ്ട്. പിന്നെ ചൈനയിൽ നിന്നുള്ള കണക്കുകൾ വിശ്വസിക്കാമോ? അതും നമുക്കൊരു ചോദ്യമാണ്. കണക്കുകൾ വിശ്വസിക്കാമെങ്കിൽ അത് അവിടെ അതോറിറ്റേറിയൻ രാജ്യമാണ് ചൈന, നമുക്കറിയാം. ഓക്കെ, അപ്പൊ അവിടെ അതൊരു കാര്യമാണത്. ഇവിടെ നേരെ മറിച്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അതുകൊണ്ടാണ് സ്വാതന്ത്ര്യത്തിന്റെ ഇഷ്യൂ ആണത്. അപ്പോൾ ചൈനയ്ക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയെങ്കിൽ അതിൽ അതോറിറ്റിയെ ബഹുമാനിക്കുന്ന ഒരു ജനത ബഹുമാനിക്കണം. അത് നിർബന്ധമായിട്ടുള്ള ഒരു ബഹുമാനം പിടിച്ചു വാങ്ങുന്നതാണ് ഭരണകൂടം. അതോറിറ്റി നിർബന്ധമായിട്ട് പിടിച്ചു വാങ്ങുന്നതാണ്. അപ്പോഴ് അവിടെ അത്തരം കാര്യങ്ങൾ സാധിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഇത്തരം സിറ്റുവേഷനിൽ നമ്മൾ പോലീസ് അടിച്ചകത്ത് കയറ്റുന്ന വീഡിയോകൾ ധാരാളമുണ്ട്. അത് തന്നെ ചൈനയിൽ വരെ പോകണ്ട, നമ്മുടെ ഇന്ത്യയിൽ തന്നെ നിന്നാൽ മതിയല്ലോ. ബിബിൻ പൗലോസ് കൊറോണ ഒരു ജൈവ ആയുധമാണെന്നുള്ള ജൈവ ആയുധമേ അല്ല ഇത് വളരെ നാച്ചുറലായിട്ട് വവ്വാലിൽ ബാറ്റ്സിൽ നിന്നും വേറെ ഒരു ജീവി, ആ ജീവി എന്താണെന്ന് നമുക്കറിയത്തില്ല, അതിലൂടെ കടന്ന് അവിടെയാണ് മ്യൂട്ടേഷൻ നടന്നത്. അതിലൂടെ കടന്ന് മനുഷ്യൽ കയറിയതാണ്. ഇത് കാലാകാലങ്ങളായിട്ട് പലതും വരുന്നതാണ്. പല വൈറസുകൾ പണ്ടേ ഉള്ളതാണ്. കൊല്ലങ്ങൾ മുമ്പ് നമ്മുടെ ദേഹത്ത് വൈറസുകൾ വന്നു കയറി. മഹാമാരികൾ ഇത് ആദ്യമൊന്നുമല്ല. 1920 സ്പാനിഷ് ഫ്ലൂ ഒന്നും ആരും ഉണ്ടാക്കിയതൊന്നുമല്ല. അതിൽ കൂടുതൽ 5 മില്യൺ ആൾക്കാർ മരിച്ചത്. അതെന്ത് ജൈവായുധമായിരുന്നു? ജൈവായുധം വേണ്ട. വൈറസുകൾ നമ്മുടെ മേൽ കയറിക്കൊണ്ടിരിക്കും. പല വൈറസുകളും ഇനിയും വരാൻ പോകുന്നതേ ഉള്ളൂ. ഇത് മുഴുവൻ ഒരു ജൈവായുധമായിരിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല, തീർച്ചയായും ഇല്ല. യെസ്, ജൈവ ആയുധം ആണെന്നുള്ളതിന് യാതൊരു തെളിവുമില്ല. കാരണം അതിൻ്റെ കുറച്ച് സയൻസ് ഉണ്ട്. അതിവിടെ ഞാൻ വിവരിക്കുന്നില്ല. എൻ്റെ ഭാഷാപോഷണി ലേഖനത്തിൽ അതിൻ്റെ പുറകിലുള്ള ശാസ്ത്രം എന്തുകൊണ്ട് ഇത് ജൈവായുധം അല്ല എന്നത് കൃത്യമായി അവിടെ വിവരിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഭാഷാപോഷണി കിട്ടുകയാണെങ്കിൽ ഓൺലൈനിലുണ്ട്, അത് വായിക്കാൻ താല്പര്യപ്പെടുന്നു. കാരണം കൃത്യമായ സയന്റിഫിക് ബേസിസ് 1, 2, 3, 4 എന്നൊക്കെ വിട്ട് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടൊരു ജൈവായുധം അല്ലാതിരിക്കുന്നു എന്ന്. ഓക്കെ, വാക്സിനേഷൻ സെപ്റ്റംബറിൽ തന്നെ ഓക്സ്ഫോർഡിലെ ജെന്നർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാക്സിൻ ഉടനെ പുറത്തിറങ്ങാൻ പോവുകയാണ്. പുറത്തിറങ്ങുന്നില്ല, പക്ഷെ പൊതുജനങ്ങൾ പരീക്ഷിക്കപ്പെടുകയാണ്. സെപ്റ്റംബർ അവസാനം അവർ ജനങ്ങളിൽ പരീക്ഷിക്കപ്പെട്ടു തുടങ്ങും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഡിസംബർ ആകുമ്പോഴേക്കും നമുക്ക് മിക്കവാറും ഒരു വാക്സിൻ കിട്ടിയേക്കും. വാക്സിൻ നിർമ്മിതിയിൽ അതൊരു മാരത്തോൺ, പെട്ടെന്നുള്ള ഒരു ഓട്ടമാണ്. കാരണം വാക്സിൻ ഒന്നും ഇത്ര പെട്ടെന്ന് ഒരിടത്തും നിർമ്മിച്ചെടുത്തിട്ടില്ല. കാരണം ഇത് ആഞ്ഞു ശ്രമിക്കുകയാണ്. മൊഡേണ എന്ന ലാബ് അമേരിക്കയിലും ഓക്സ്ഫോർഡിലെ ജെന്നർ ഇൻസ്റ്റിറ്റ്യൂട്ടും. അപ്പോൾ ഡിസംബറിൽ നമുക്ക് ചിലപ്പോൾ ഒരു വാക്സിൻ കിട്ടിയേക്കും എന്നുള്ളത് ഒരു സാധ്യതയുണ്ട് മിക്കവാറും. അല്ലെങ്കിൽ തന്നെ കുറെ മാസങ്ങൾക്കുള്ളിൽ, ഡിസംബർ അല്ലെങ്കിൽ മാർച്ച്, അടുത്ത കൊല്ലം മാർച്ച് ഏപ്രിൽ തീർച്ചയായും നമുക്കൊരു വാക്സിൻ ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. യെസ്, ഹസീന മുജീബ് മോർട്ടാലിറ്റി റേറ്റ് അത് ഞാൻ നേരത്തെ പറഞ്ഞു. റൈറ്റ്, ഇനി എന്താണ് ചോദ്യങ്ങൾ? ഓക്കെ, ചില ചോദ്യങ്ങൾ ശാസ്ത്രം ഇപ്പോഴും പകച്ചു നിൽക്കല്ലേ? തീർച്ചയായും അതെ, ശാസ്ത്രത്തിന് മുമ്പിൽ വലിയൊരു ചോദ്യമാവേണ്ടി കിട്ടുന്നത്. കാരണം പെട്ടെന്ന് ഒരറിവുമില്ലാത്ത നമുക്ക് സാഴ്സിനെ കുറിച്ച് ഉള്ള കൊറോണ വൈറസിനെ അറിയാം, മെഴ്സിനെ കുറിച്ചുള്ള, പക്ഷേ ഇതൊരു അതുമായി ബന്ധപ്പെട്ട മറ്റൊരു വൈറസാണ്. വൻപൻ രീതിയിൽ നമ്മുടെ ഉള്ളിൽ കയറാനുള്ള എല്ലാ സന്നാഹങ്ങളോടും കൂടുന്ന വൈറസാണ്. നമുക്ക് അതിന് പിടിയില്ല. കൃത്യമായിട്ട് ഇതിനെ എങ്ങനെ പ്രതിരോധിക്കും എന്നുള്ള പിടിയില്ല. കാരണം ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമായിട്ട്.
അതിനെ എങ്ങനെ പ്രതിരോധിക്കാം? രണ്ടാമത്, വൈറസ് കൊണ്ടല്ല നമ്മൾ മരിക്കുന്നത്, നമ്മുടെ ശ്വാസകോശത്തിൽ അത് നിർമ്മിക്കുന്ന ഇൻഫ്ലമേഷൻ കൊണ്ടാണ്. സൈറ്റോകൈൻ സ്റ്റോം എന്ന് പറയും. ശ്വാസകോശത്തിലൊരു കൊടുങ്കാറ്റ് നമ്മുടെ പ്രതിരോധ ശക്തി തന്നെ നിർമ്മിക്കുകയാണ്. അതിനൊക്കെയുള്ള മരുന്നുകൾ നമുക്കില്ല. നമ്മൾ തീർച്ചയായും പകച്ചു നിൽക്കുകയാണ്. തീർച്ചയായും വളരെ പൊടുന്നനവെയാണ് ഇങ്ങനെ ഒരു പുതിയ വൈറസ് പുതിയ ഗാഡ്ജറ്റുകളുമായി വന്നിരിക്കുകയാണ്. പുതിയ യുദ്ധസന്നാഹങ്ങളുമായി ഈ വൈറസ് വന്നിരിക്കുകയാണ്, ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ളത്. തീർച്ചയായും തീർച്ചയായും അതുകൊണ്ടാണ് ഇത്രയും മരണങ്ങൾ നടക്കുന്നത്. ശാസ്ത്രത്തിൽ ഏറ്റവും പുരോഗമിച്ച രാജ്യമായ ഞങ്ങളുടെ രാജ്യത്ത് 1.5 ലക്ഷം മരണങ്ങൾ നടന്നിരിക്കുന്നു. ഓക്കെ, സബീന ബാനു, WHO അതിന്റെ പൊളിറ്റിക്കൽ റീസൺ ആണ് അതിന്റെ പുറകിലുള്ള, ചൈനയുമായിട്ടുള്ള ഇതിന്റെ പേരിലാണ്. ചൈനയുമായിട്ടുള്ള WHO ബന്ധങ്ങളാണ് ട്രംപിനെ അലോസരപ്പെടുത്തിയെന്നുള്ളത് സത്യമാണ്. പക്ഷെ അത് ലോക ഹെൽത്ത് കെയറിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. കാരണം ഏറ്റവും കൂടുതൽ പണം നൽകിക്കൊണ്ടിരുന്നത് WHO ആണ്. അപ്പൊ അതിൽ നിന്നും പിന്തിരിയുക എന്നുള്ളത് അത് ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കും എന്നുള്ളത് സത്യമാണ്. ഓക്കെ, അരുൺ റോയ്, കൊറോണ വൈറസിനോട് സാമ്യമുള്ള വൈറൽ രോഗം ചെറിയ തോതിൽ ഇപ്പൊ കണ്ടുപിടിച്ചിരിക്കുന്നത് MERS അസുഖം വന്നവരില്ല, അല്ലെങ്കിൽ സാഴ്സ് അസുഖം വന്നവരില്ല ആന്റിബോഡി ഉണ്ട്, വൈറസിനെ ചെറുക്കുന്ന ആന്റിബോഡികൾ വന്ന് ഭേദമായവരില്ല. ആ ആന്റിബോഡി ഇപ്പോഴത്തെ കൊറോണ വൈറസിനെ പ്രതിരോധിക്കാൻ പറ്റിയതാണെന്ന് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് അന്നത്തെ ആളിന്റെ കുറച്ച് ഇത് ഭേദമായി വന്നവരുടെ സീറം ബ്ലഡ് ശേഖരിച്ചു വെച്ചിൽ നിന്ന് കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ജനിതക സാമ്യമുള്ള വൈറൽ രോഗങ്ങൾ ചെറിയ തോതിൽ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. തീർച്ചയായും. പക്ഷേ ഈ കൊറോണ വൈറസിന്റെ സ്പൈക്ക് പ്രോട്ടീനിൽ വ്യത്യാസമുണ്ട്. സ്പൈക്ക് എന്ന് വെച്ചാൽ അതിലിങ്ങനെ എഴുതി നിൽക്കുന്ന അതാണ്. ആ വ്യത്യാസം കൊണ്ടാണ് ഈ വൈറസ് പിടിച്ചു നിൽക്കുന്നത്. പക്ഷേ നേരത്തെ വന്നവരിൽ ആന്റിബോഡികൾ ഉണ്ടെന്നുള്ളത് ഈയിടെ പബ്ലിഷ് ചെയ്തിട്ടുള്ള പേപ്പറിലുണ്ട്. മുഹമ്മദ് അഷ്കർ, മാസ്കുമായി ബന്ധപ്പെട്ട കോൺഫ്ലിക്റ്റുകൾ. തീർച്ചയായും മാസ്ക് ധരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന ഗവർണർമാർ, മാസ്ക് ധരിക്കുന്നത് എന്നെ നിരാകരിക്കുന്നതെന്ന് പറയുന്ന പ്രസിഡന്റ്, ഇത് കൂടുതൽ എന്താണ് കോൺഫ്ലിക്റ്റ്? മാസ്ക് ധരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? അതാണ് കോൺഫ്ലിക്റ്റ്. ഒരു രോഗം വന്ന് മരിക്കാതിരിക്കാനാണ് മാസ്ക് ധരിക്കുന്നത് എന്നത് മനസ്സിലാക്കാതെ ഇതൊരു പൊളിറ്റിക്കൽ, നിങ്ങൾ മാസ്ക് ധരിക്കുകയാണെങ്കിൽ അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് പറയുക, മാസ്ക് ധരിക്കുന്നവരെ ആക്രമിക്കുക. ഇത് കൂടുതൽ എന്താണ് കോൺഫ്ലിക്റ്റിനെ കുറിച്ച് വിവരിക്കാനുള്ളത്? ഓക്കെ, കോൺഫ്ലിക്റ്റ് വലിയ കോൺഫ്ലിക്റ്റുകളാണ്. ഇവിടെ യഥേഷ്ടം പോവുകയാണ്. ഞങ്ങളൊന്ന് പുറത്തിറങ്ങാത്തത് ഇങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെ മാസ്കും ധരിക്കാതെ പുറത്ത് നടക്കുന്നുണ്ട്. ചിലര് ബലമായിട്ട് ചില കൂട്ടങ്ങൾ കൂടുന്നുണ്ട് മാസ്ക് ധരിക്കാതെ. ഒരു നേരത്തെ പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്, പേടിച്ചും വഴിമാറി പോവുക, അത്ര തന്നെ. അതാണ് കോൺഫ്ലിക്റ്റ്. ഓക്കെ, ശ്രീജിത്ത് PM, ശാസ്ത്രീയ മനോവൃത്തിയിലേക്ക് കൂടുതൽ ആൾക്കാർ മഹാവാദി. തീർച്ചയായും നമ്മൾ മാറപ്പെട്ട് കഴിഞ്ഞു. നമ്മൾക്ക് കൈ കഴുകുന്നതിനെ കുറിച്ച് നമുക്ക് ബോധമായി തുടങ്ങി. മാസ്ക് അല്ലെങ്കിൽ ചുമക്കുക, തുമ്മുക, അതൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം എന്നതിനെ കുറിച്ച് നമ്മൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ പെരുമാറ്റത്തിൽ ഇപ്പൊ തന്നെ നമ്മുടെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇനിയുള്ള കുറെ വർഷങ്ങൾ തന്നെ നമ്മളത് തീർച്ചയായും, കാരണം നമുക്ക് അടുത്ത ആൾക്ക് ഇനി 1-2 കൊല്ലം വരെയെങ്കിലും ഇത് നിലനിൽക്കും. മറ്റേ ബസ്സിൽ അങ്ങേ വശത്തിരിക്കുന്നവൻ കൊറോണ ഉണ്ടോ, അവൻ തുമ്മുന്നുണ്ടല്ലോ, ഈറ്റുന്നുണ്ടല്ലോ, പ്രശ്നം. തീർച്ചയായും അകലം പാലിക്കും. സംശയത്തോടെ മറ്റുള്ള നമ്മൾ കാണും തീർച്ചയായിട്ടും. കാരണം മരണങ്ങൾ നമ്മൾ അത്രമാത്രം കണ്ടിരിക്കുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും അതെ. ശാസ്ത്രീയ മനോവൃത്തിയിലേക്ക് ശാസ്ത്രം എത്രമാത്രം ഉൾക്കൊള്ളും എന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും അവർ ശാസ്ത്രം അനുശാസിക്കുന്ന ചില നിയമങ്ങൾ പരിപാലിക്കും എന്നുള്ളത് തീർച്ചയായും സാധ്യതയുള്ളതാണ്. സുനിൽകുമാർ ഗോപാലൻ, പെർഫോമൻസ് കേരള ഗവൺമെന്റ് ആദ്യകാലത്ത് വളരെ നന്നായിട്ട് ചെയ്ത നമുക്കെല്ലാം അറിയുന്നതാണ്. ഇപ്പോൾ നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന്, അല്ല മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നും നമ്മൾ ആൾക്കാരെ കൊണ്ട് അതുവഴി പകരുകൊണ്ടിരിക്കുകയാണ്. അത് എളുപ്പമല്ല ഇതിനെ നേരിടാൻ. പെർഫെക്റ്റ് ലോക്ക്ഡൌൺ അല്ലാതെ ഒരു രക്ഷയില്ല. ഓക്കെ, അപ്പൊ ലോക്ക്ഡൌൺ ഒരു ഡോക്ടർ തന്നെ ഇരുന്ന് ട്രൂ കോപ്പി തിങ്കില്ല, ഞാൻ ഞെട്ടിപ്പോയി. ലോക്ക്ഡൌൺ ശാസ്ത്രീയമല്ല എന്നുള്ളത്. പിന്നെ എന്താണ് ശാസ്ത്രീയമായിട്ട്? ഇതിനെ നേരിടാൻ ആൾക്കാർ സമ്പർക്കത്തിൽ പെടാതിരിക്കുക എന്നുള്ളത്, സമ്പർക്കം ചെയ്യാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഒരു രക്ഷയുള്ളൂ. അത് ശാസ്ത്രീയമല്ല എന്ന് പറയാൻ എങ്ങനെ ധൈര്യം വന്നു എന്നുള്ളതാണ് എന്റെ ചോദ്യം. അല്ലാതെ ഒരു രക്ഷയില്ല. അകലം പാലിക്കുക എന്നുള്ളതല്ല ഒരു രക്ഷയില്ല. അകലം പാലിച്ചെങ്കിൽ മാത്രമേ
ഇത് പടരാതിരിക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഗവൺമെന്റിന് എത്രമാത്രം ചെയ്യാൻ പറ്റും? എളുപ്പമല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ് അത്. പാൻഡമിക് അനുശ്രീ, പാൻഡമിക്കുകളും സാമൂഹ്യ ഭൗതിക വ്യവസ്ഥയും തമ്മിലുള്ള ബന്ധം. സാമൂഹ്യ ഭൗതിക വ്യവസ്ഥ ഫിസിക്കൽ വേൾഡ് ആണ്. തീർച്ചയായും ഫിസിക്കൽ വേൾഡിൽ കൂടിയാണ് പാൻഡമിക്കുകൾ പകരുന്നത്. വായുവിൽ കൂടെ പകരുന്നു, കോണ്ടാക്റ്റിൽ കൂടെ പകരുന്നു, യെസ്, തുമ്മൽ ചുമയിൽ കൂടെ, യെസ്. സാമൂഹ്യ ഭൗതിക വ്യവസ്ഥ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്ന അത്ര ക്ലിയർ അല്ല എനിക്ക് അനീശ്വരിയുടെ ചോദ്യത്തിൽ. പാൻഡമിക്കുകൾ എപ്പോഴും പടരുന്ന മനുഷ്യന്റെ കോണ്ടാക്ട് വഴികളാണ്, മൃഗങ്ങളിൽ വഴിയാണ്. മൃഗങ്ങളാണ് ഇത് കൊണ്ട് നടക്കുന്നത്. സൂനോസിസ് എന്ന് പറയും മൈക്രോബയോളജിയിൽ. ഇത് മൃഗങ്ങൾ കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ മൃഗങ്ങൾ ഇപ്പൊ മനുഷ്യരിൽ നിന്ന് ഇത് മാറിക്കഴിഞ്ഞാലും ചില മൃഗങ്ങൾ ഇത് കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതൊരിക്കൽ പിന്നീട് നമ്മൾ കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണോ സാമൂഹ്യ ഭൗതിക വ്യവസ്ഥ ഉദ്ദേശിച്ചെന്നുള്ള അനുശ്രീയുടെ ചോദ്യത്തിൽ നിന്നും എനിക്ക് അത്ര ക്ലിയർ അല്ല. വൈറസിന് മ്യൂട്ടേഷൻ സംഭവിക്കുന്നുണ്ട്. കൃഷ്ണ ദേവി GP, തീർച്ചയായും വൈറസിന് മ്യൂട്ടേഷൻ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ആ മ്യൂട്ടേഷനുകൾ ഒന്നും ഇതിന്റെ പകർച്ചയെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ വൈറസ് ഭയങ്കര സ്മാർട്ടാണ്. അതിന്റെ സ്പൈക്ക് പ്രോട്ടീനുള്ള ഒരു പ്രത്യേക ഒന്ന് രണ്ട് ഡൊമൈൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഡൊമൈൻസ് നമ്മുടെ ശ്വാസകോശത്തിലെ ഒരു മോളിക്യൂളുമായിട്ട് പറ്റിപ്പിടിക്കാനായിട്ട് അവിടെ മ്യൂട്ടേഷൻ നടക്കുന്നില്ല എന്നുള്ളതാണ്. വൈറസ് വളരെ സമർത്ഥമായിട്ട് ചെയ്യാൻ മ്യൂട്ടേഷൻ മറ്റു ഭാഗത്ത് നടക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെ പകർച്ചയുമായിട്ടോ ഇതിന്റെ വിഭജനത്തെ ബാധിക്കുന്നോ ഭാഗത്തൊന്നും മ്യൂട്ടേഷൻ നടക്കുന്നില്ല എന്നുള്ളതാണ്. ഒരുപാട് മ്യൂട്ടേഷൻ നടന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ പെരുമാറ്റത്തിൽ മാറ്റം വരുത്തുന്ന ഒന്നും നടക്കുന്നില്ല എന്നുള്ളത്. മ്യൂട്ടേഷൻ ഇനി ഇവൻച്വലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് സമയം കഴിയുമ്പോൾ, 1-2 കൊല്ലം കഴിയുമ്പോൾ സമാധാനം തരുന്ന ഒരു വൈറസായി മാറ്റാൻ സാധ്യതയുണ്ടെന്നുള്ളത് തീർച്ചയായും സാധ്യതയുണ്ട്. മാത്യു വർഗീസ്, Florida and Texas gets called 3 New Yorks. It's a distinct social profile to the way it is rising. വളരെ പെട്ടെന്നാണ് ഇപ്പോൾ. ന്യൂയോർക്കിലെ പോലെയല്ല, അതിലും കൂടുതൽ സ്പീഡിലാണ് ഇവിടെ. യെസ്. ഇൻഇക്വാലിറ്റി പാറ്റേൺസ്, അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയിട്ടില്ല. ഇൻഇക്വാലിറ്റി എന്ന് വെച്ചാൽ സൊസൈറ്റിയിലെ ഇൻഇക്വാലിറ്റി ആണ് ഉദ്ദേശിക്കുന്നത് മാത്യു വർഗീസ് എന്നുള്ളത് എനിക്ക് അത്ര ക്ലിയർ അല്ല. പക്ഷേ ന്യൂയോർക്കിലെ സംഭവിച്ചതിലും വളരെ പെട്ടെന്നാണ് ഈ സ്റ്റേറ്റുകളിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ പെട്ടെന്നാണ്. ഡിസ്റ്റിങ് സോഷ്യൽ പ്രൊഫൈൽ ഇൻ ദ വേ ഇറ്റ് ഈസ് റൈസിങ് എന്നുള്ളത് അത് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാലേ പറയത്തുള്ളൂ. കാരണം ഇൻഇക്വാലിറ്റി പാറ്റേൺസ് അല്ല, അതിപ്പോഴ് ആഫ്രിക്കൻ അമേരിക്കൻസിന്റെ ഇടയ്ക്കും ലാറ്റിനോസ് അല്ലെങ്കിൽ സ്പാനിഷ് വംശജരുടെ ഇടയ്ക്കും ഉള്ള നമ്പറുകൾ കിട്ടിയാലേ താരതമ്യം ചെയ്താലേ പറ്റുമുള്ളൂ. ഞാൻ സമയം കിട്ടുമ്പോൾ ഞാൻ നമ്പറുകൾ നോക്കിയിട്ട് പിന്നെ അതിനെക്കുറിച്ച് ഞാൻ ഇവിടെ പറയുക ചെയ്യാം. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കേണ്ടി വരുന്നു അതിന്. എനി കണക്ഷൻ ബിറ്റ്വീൻ വെതർ കണ്ടീഷൻ ആൻഡ് മൊർട്ടാലിറ്റി റേറ്റ്? ഇല്ല. കാരണം ഇവിടെ അമേരിക്കയിൽ ഒരു മാർച്ച് ഏപ്രിൽ വരെ സമ്മർ ആകുമ്പോഴേത് മാറിക്കോളും ചൂട് വരുമ്പോഴേക്കും. അതൊരു വൻ വിഡ്ഢിതമാണ്. കാരണം നമ്മുടെ നാട്ടിൽ കേരളത്തിലെ കാര്യമൊക്കെ നല്ല ചൂടാണ്. അപ്പൊ ചൂട് വരുന്നതുകൊണ്ട് ഈ വൈറസ് നിലനിൽക്കും, വൈറസിന്റെ വ്യാപിക്കുന്ന നിൽക്കും, അത് നിന്ന് പോകും എന്നൊക്കെ പറഞ്ഞ് വെറും വിഡിത്തമാണ്. അപ്പൊ ടെമ്പറേച്ചറുമായിട്ട് യാതൊരു ബന്ധവുമില്ല. വൈറസ് അതൊന്നും പരിഗണിക്കുന്നില്ല, ചുമ്മാ കയറി ഏത് ടെമ്പറേച്ചറിലും ഇല്ല. അരവിന്ദ് SS, if the pandemic has become an X-ray in political establishment, do you feel that dictatorship can better handle the pandemic than democrats? So it's to right-wing politics and those following a left center. ഡിക്റ്റേറ്റർഷിപ്പ് ആവശ്യമില്ല. കാരണം സമൂഹത്തെ വിശ്വസിപ്പിക്കാൻ സാധിച്ചെങ്കിൽ ഇത് വളരെ ക്രമാനുഗതമായി നടന്നു. സൗത്ത് കൊറിയയിൽ നടന്നല്ലോ. സ്വീഡനിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ സ്വീഡനിലൊക്കെ, സ്വിറ്റ്സർലൻഡിലെ കാര്യം നോക്കുക, പല സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ നോക്കുക, മാത്രമായിട്ട് അവർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെയൊന്നും ഡിക്റ്റേറ്റർഷിപ്പ് അല്ല. നിയമത്തെ ബഹുമാനിക്കുന്ന ഒരു സൊസൈറ്റിയിൽ ഡിക്റ്റേറ്റർഷിപ്പ് ആവശ്യമില്ല.
പറഞ്ഞാൽ കേൾക്കുന്നത്. ഇത് സ്വന്തം ജീവിതത്തിന്റെ, സ്വന്തം ജീവന്റെ അതിജീവനത്തിന്റെ പ്രശ്നമാണ്, സ്വന്തം കുടുംബത്തിന്റെ അതിജീവനത്തിന്റെ ത്തിന്റെ കാര്യമാണ് എന്ന് അറിവുള്ള വെറും ഒരു ബേസിക് അറിവ് മതി. ഡിക്റ്റേറ്റർഷിപ്പ് ആവശ്യമില്ല. അത് ഇനി ഇത് മനസ്സിലായിട്ടുള്ളവർക്ക് അത് ഔട്ട്റീച്ച് ഇടപാടുകൾ കൊണ്ട് പറഞ്ഞു കൊടുക്കാനുള്ളതേ ഉള്ളൂ. അതിന് ഭരണകൂടം ഫോഴ്സ് പ്രയോഗിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതിപ്പോൾ ഇടത് വലത്, റൈറ്റ് വിങ് ലെഫ്റ്റ് വിങ്, അങ്ങനെ ഒരു കാര്യമേ ഇവിടെ വരുന്നില്ല. നിയമങ്ങൾ, ഭരണകൂട നിയമങ്ങൾ പാസ്സാക്കുക എന്ന് വെച്ചാൽ മാസ്ക് ധരിക്കുക, സോഷ്യൽ ഡിസ്റ്റൻസിങ്, അത് പരിപാലിക്കാൻ നിയമത്തോടൊരു ബഹുമാനം കാണിക്കുക, അത് ധാരാളം മതി. അല്ലാതെ ഡിക്റ്റേറ്റർഷിപ്പ് ആവശ്യം നടന്നേ ഇല്ല. അപ്പൊ ചൈനയിലെ കാര്യം പറഞ്ഞുകൊണ്ടായിരിക്കും ആ ചോദ്യം ചോദിച്ചത് എന്ന സംശയം. Abhilash Nair, what would be the best approach for Kerala to contain the running third wave? Social distancing ആണ്. അത് തന്നെ, സോഷ്യൽ ഡിസ്റ്റൻസിങ് അല്ലാതെ നമുക്ക് യാതൊരു രക്ഷയില്ല തൽക്കാലം. The best approach for Kerala to running third wave, yes, തീർച്ചയായും. കംപ്ലീറ്റ് ലോക്ക്ഡൌൺ വേണോ, അതൊക്കെ പിന്നെ കേരളത്തിന്റെ ഭരണകൂടം തീരുമാനിക്കേണ്ടതാണ്. സോഷ്യൽ ഡിസ്റ്റൻസിങ് അത്യാവശ്യമാണ്. കാരണം ഇത് പകരുന്നത് ചുമ, തുമ്മൽ വഴി, കുറച്ച് ടച്ച് വഴി ഒക്കെയാണ്. Okay. SM, a marathon run to create a vaccine, access field doubtful. The nexus working market sector to exploit the consumers. ഇല്ല, കാരണം ജനറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അവർക്ക് ലാഭേച്ഛയില്ല, അവരിത് വിറ്റ് കാശുണ്ടാക്കുന്നതേ ഇല്ല. അതിനുവേണ്ടി അല്ല, അവർക്ക് ഇഷ്ടംപോലെ ഫണ്ടിങ് ഉണ്ട്. ആ ജനറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുന്ന ചീഫ് സയന്റിസ്റ്റ് സ്ത്രീയാണ്. അവര് വാക്സിൻ പലതും നിർമ്മിച്ചിട്ടുള്ള ആളാണ്. ഇത് കമ്പനികളിൽ വിൽക്കാൻ വേണ്ടി അല്ല അവർ ചെയ്യുന്നത്. ഇതൊക്കെ സയന്റിസ്റ്റുകൾ, തീർച്ചയായും ശാസ്ത്രജ്ഞരാണ് ചെയ്യുന്നത്. അല്ലാതെ ഇതിന്റെ പുറകില് മാർക്കറ്റിംഗ് സെക്ടർ ടു എക്സ്പ്ലോയിറ്റ് ദ കൺസ്യൂമേഴ്സ്, തൽക്കാലം അങ്ങനെ ഒരു കാര്യം ഇവിടെ ഒരു ഭരണകൂടവും ആലോചിക്കുന്നില്ല. ജനറൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇപ്പൊ മൊഡേണ എന്നുള്ള കമ്പനിയുണ്ട്, പക്ഷെ കമ്പനിയും ആഞ്ഞു ശ്രമിക്കുകയാണ്. ലാഭം ഉണ്ടാക്കാൻ ആദ്യം ഒരു വാക്സിൻ പുറത്തു വരണ്ടേ, വാക്സിൻ ഫലപ്രദമാണെന്ന് കൺവിൻസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണം അതിന്റെ ലാഭത്തെക്കുറിച്ച് ചിന്തിക്കാൻ. പ്രത്യേകിച്ചും ജനറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ലാഭത്തെക്കുറിച്ച് ചിന്തിക്കുകയില്ല, കാരണം അതൊരു ഇൻഡിപെൻഡന്റ് യൂണിവേഴ്സിറ്റി, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗമാണ് അത്. അപ്പോൾ മാരത്തോൺ റൺ അതിനുവേണ്ടി നടക്കുന്നുണ്ടോ? തീർച്ചയായും രാപകൽ അധ്വാനിക്കുന്നുണ്ട്. മാരത്തോൺ റൺ തീർച്ചയായും നടക്കുന്നുണ്ട്. ഡൗട്ട്ഫുൾ, അതിനെക്കുറിച്ച് ഡൗട്ട്ഫുൾ ആവേണ്ട യാതൊരു, ഐ ഡോണ്ട് തിങ്ക്. SM, you need not be doubtful about it. Let us wait to get a vaccine, no matter what. അതുകൊണ്ട് ലാഭം ഉണ്ടാക്കണമെങ്കിൽ നമ്മളത് പൈസ കൊടുക്കേണ്ടി വരും. പലയിടത്തും ഇപ്പോൾ തന്നെ പല ഭരണകൂടങ്ങളും തീരുമാനിച്ചിട്ടുണ്ട് സബ്സിഡിയിൽ വാക്സിൻ കൊടുക്കും, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് വാക്സിൻ കൊടുക്കും എന്നുള്ളത്. വാക്സിൻ കൂടുതൽ ഡോസുകൾ നിർമ്മിക്കുകയാണെങ്കിൽ പല ഭരണകൂടത്തിനും അത് ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ലാഭം, ഇപ്പോഴാരും ആ ലാഭത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, സ്വന്തം ജീവനെ കുറിച്ച് ചിന്തിക്കുകയാണ്. ഒരു വാക്സിൻ തന്നെ ഉണ്ടാക്കി എടുക്കാം എന്നുള്ളതാണ്. ഓക്കെ. അതുല്യ, പിന്നെയും ചോദ്യം, ലോക്ക്ഡൌൺ ആത്യന്തിക പരിഹാരമാണോ? തൽക്കാലം നമുക്ക് രക്ഷയില്ല. സോഷ്യൽ ഡിസ്റ്റൻസിങ് മാത്രമേ നമ്മൾക്ക് ഇപ്പോൾ ഒരു പോംവഴിയായിട്ട് മുമ്പ് കാണുന്നുള്ളൂ എന്നുള്ളതാണ്. നഗരങ്ങളെ നിർവീര്യമാക്കുക, നഗരങ്ങളിലെ ആൾക്കാർ വേണ്ടേ നിർവീര്യമാക്കാൻ? നഗരങ്ങളിലെ ആൾക്കാർ ചത്ത് കിടക്കുകയാണെങ്കിൽ എവിടെ നഗരം? നഗരങ്ങളെ നിർവീര്യ സമൂഹ വ്യാപനം തടയാനാവുമോ എന്നുള്ളത്. നഗരങ്ങൾ, മനുഷ്യരെല്ലാം മരിച്ചു പോയെങ്കിൽ അവിടെ നഗരം ഇല്ല അതുല്യ. അതുകൊണ്ട് ആദ്യം അതിജീവിക്കട്ടെ മനുഷ്യർ, ആദ്യം സ്വന്തം വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ, എന്നിട്ട് പിന്നെ നമുക്ക് നഗരങ്ങളെ ഉണ്ടാക്കാം. ആദ്യം അതിജീവിക്കട്ടെ. ഓക്കെ. Is there any possibility of an evolution in human being because of wearing a mask? No. മാസ്ക് വെറുതെ ഒരു ഫിസിക്കൽ ഒരു ഫിൽട്ടർ ആണ്. അതുകൊണ്ട് ഒരു എവല്യൂഷൻ, ഒരു പരിണാമം നടക്കുന്നില്ല. അത് നമ്മുടെ മൂക്കിൽ കൂടെ ശ്വാസകോശത്തിലേക്ക് ഇത് കയറാതിരിക്കാൻ നിൽക്കുന്നുള്ളൂ. ഒരു പരിണാമവും നമ്മൾ അതുകൊണ്ട് ഒരു ജനറ്റിക് വ്യത്യാസങ്ങളൊന്നും അതിൽ നടക്കാൻ പോകുന്നില്ല. അല്ല. From Spanish origin people. Yes. ഇത്തരം ഒരു വിഷയമായതുകൊണ്ട് ചോദ്യം അവസാനിക്കാൻ സാധ്യതയില്ല. ഇതിങ്ങനെ പോവാണ്, ഞാൻ ഓരോന്ന് നോക്കാം. അതെ. അപ്പൊ അത് ചോദ്യങ്ങൾ പരിമിതപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഞാനിപ്പോ അത് പരിമിതപ്പെടുത്ത ചോദ്യം താഴെത്തായിട്ട് കിടപ്പുണ്ട്. ഓക്കെ, സുനിൽ ഗോപാലൻ. യെസ്, എനിക്ക് പ്രശ്നമില്ല, എത്ര വേണേലും ഉത്തരം പറയാൻ ഞാൻ റെഡിയാ. പക്ഷെ സമയം ഇങ്ങനെ കിടക്കാം. ഓ ദൈവമേ, ചോദ്യങ്ങൾ അങ്ങ് താഴെ കിടപ്പാണ്. ഇങ്ങനെ ഒരു വിഷയമായതുകൊണ്ട്
ചോദ്യങ്ങൾ അവസാനിക്കാൻ സാധ്യതയില്ല. യെസ്, അതിനൊരു സങ്കടമുണ്ട്. എല്ലാത്തിനും ഉത്തരം പറയണമെന്നാണ് എനിക്ക് വാസ്തവത്തില്, എല്ലാത്തിനും ഉത്തരം പറയണമെന്നാണ്. പക്ഷെ പറ്റുന്നില്ല. യെസ്, കാരണം അതാണ് ഞാൻ പറഞ്ഞത്, ഞാനതൊരു ചർച്ചയ്ക്കാണ് ഞാൻ അവതരിപ്പിക്കുക. ഞാൻ പ്രധാന പോയിന്റുകളാണ് ഇവിടെ അവതരിപ്പിച്ച. കാരണം ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയാണ് വേണ്ടത്. ഇപ്പൊ ചോദ്യത്തിന് എനിക്ക് മറുപടി ഇപ്പോൾ തരാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് ഇമെയിലൊക്കെ ethiran@gmail.com എല്ലാ ചോദ്യങ്ങളും അവിടെ ചോദിക്കാൻ ഞാൻ മറുപടി തരാം. ഓക്കെ, ethiran@gmail.com ഇമെയിൽ ചെയ്യുക ചോദ്യങ്ങൾ. ഓക്കെ, അല്ലെങ്കിൽ ഒരു വാട്സാപ്പിലോ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ. റഫീഖിനോട് പറഞ്ഞ് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, നിങ്ങൾ വാട്സാപ്പ് ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഈ ചോദ്യങ്ങൾ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. തീർച്ചയായിട്ടും അത്യാവശ്യമാണ്, ഇത് ഡിസ്കസ് ചെയ്യപ്പെടേണ്ടതാണ്. നമ്മൾ ഇപ്പോഴും ചിന്തിക്കേണ്ടതാണ് ഇതിനെക്കുറിച്ച് തീർച്ചയായിട്ടും. യെസ്, കാരണം ഇത്രമാത്രം പേര് ഇവിടെ വന്ന സ്ഥിതിക്ക് ഈ കൂട്ടായ്മ വെച്ചുകൊണ്ട് ഇത് ശരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതാണ്. യെസ്, പിന്നെ ഒരുപാട് ചോദ്യങ്ങൾ, തെറ്റിദ്ധാരണകളുണ്ട് നമ്മുടെ വാക്സിനെ കുറിച്ച്. ഇപ്പോൾ പല ചോദ്യങ്ങളിലും അതാണ് പുറത്തു വന്നത്, വാക്സിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ, ജൈവ ആയുധമാണെന്നുള്ള തെറ്റിദ്ധാരണകൾ, അങ്ങനെ പലതുമുണ്ട്, പലതും ചോദ്യങ്ങളാണ് തീർച്ചയായും. അപ്പൊ അത് ന്യായമാണ്, അത് സാധാരണയായിട്ട് വരുന്ന ചോദ്യങ്ങളാണ്, സംശയങ്ങളാണ്. യെസ്, യെസ്. പ്രകൃതിക്കും അജേഷ് ടി വി പ്രകൃതിക്കും ജീവവർഗത്തിനും കോവിഡ് കാലം പോസിറ്റീവായ മാറ്റമല്ലായിരുന്നു. അതെ, അവര് ഉല്ലസിക്കുകയാണ്. അതും തീർച്ചയായും പ്രകൃതിക്കും ഒക്കെ. ഇത് പഞ്ചാബിൽ നിന്ന് നോക്കിയാൽ ഹിമാലയം കാണാം. നിങ്ങൾ വായിച്ച ന്യൂസ് ആയിരിക്കും. നേരത്തെ ഫോഗ് പൊല്യൂഷൻ കൊണ്ട് ഹിമാലയം കാണാതിരുന്ന പഞ്ചാബിൽ നോക്കിയപ്പോൾ ഹിമാലയം നന്നായിട്ട് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഡോൾഫിനുകൾ പലയിടത്തും തുള്ളിക്കളിക്കുന്നു. സിറ്റിയിൽ കൂടി ഒഴുകുന്ന വെള്ളത്തിൽ ഡോൾഫിനുകൾ നീന്തി നടക്കുന്നു. സിറ്റികളിൽ കൂടെ ചെമ്മരിയാടുകൾ, മലയാടുകൾ ഓടി നടക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. യെസ്, പ്രകൃതി തിരിച്ചു കിട്ടിയതിൽ മൃഗങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായ സമയമാണിത്. യെസ്, അവരാണിത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. അവർക്കിത് വരുന്നുമില്ല. പട്ടിക്കും പൂച്ചയ്ക്കൊക്കെ വരും, പക്ഷെ എല്ലാ മൃഗങ്ങൾക്കും ഇത് വരുന്നുമില്ല. ഏറ്റവും കൂടുതൽ ഇപ്പോൾ സന്തോഷിക്കുന്നത് ജന്തുക്കളാണ്. അവർക്ക് നമ്മൾ വിട്ടുകൊടുത്തിരിക്കുകയാണ് തൽക്കാലം. നല്ല അനുഭവമാണ്, പ്രകൃതിയെ സംബന്ധിച്ച് ഒന്നാന്തരം ഒരു അനുഭവമാണ് അത്. തീർച്ചയായിട്ടും അതെ, പ്രകൃതിക്കും. യെസ്, അജേഷ് ടി വി, നല്ല പോയിന്റ് അജേഷ്. ഗീവർഗീസ് AM, is there a dormant phase for this virus? Does it travel the consequent ecological changes trigger the virulence? അതിനെക്കുറിച്ച് നമുക്ക് അറിവില്ല. Is there a dominant phase? നമുക്ക് ഒരു അറിവുമില്ല. തൽക്കാലം വളരെ ഡോമിനന്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാഴ്സ് വൈറസ് മ്യൂട്ടേറ്റ് ചെയ്ത് മാറി വന്നതാണ്. കൊറോണ വൈറസിൽ ഒരെണ്ണം മ്യൂട്ടേറ്റ് ചെയ്തതാണ്. സാഴ്സുമായിട്ട് ചില സാമ്യങ്ങളുണ്ട്. അപ്പോഴും ഡോർമെന്റ് ഫേസ് എന്നൊരെണ്ണമില്ല. ഇത് എത്ര നാൾ ഇത് ഉണ്ടായിരുന്നു എന്നറിയത്തില്ല. മറ്റൊരു ജീവിയിൽ നമുക്കറിയത്തില്ല. ഇത് വുഹാനിൽ വെച്ച് പകർന്നെങ്കിൽ ഇത് ഇവോൾവ് ചെയ്തിട്ട് എത്ര നാളായി? സാഴ്സ് വൈറസ് ഇവോൾവ് ചെയ്തതോടെ ഇത് ഇവോൾവ് ചെയ്തതാണോ എന്നുള്ളത് നമുക്ക് അറിവില്ല. കാരണം ഇതിനിടയ്ക്കൊരു ജീവിയുണ്ട്, നമുക്കറിവില്ലാത്ത. വവ്വാലിനും മനുഷ്യനും ഇടയ്ക്കൊരു ജീവിയുണ്ട്. അത് പാങ്കുലിൻ ഈനാമ്പേച്ചിയാണോ എന്നുള്ളൊരു സംശയമുണ്ട്. ഈനാമ്പേച്ചിയുടെ വൈറസുമായിട്ട് സാമ്യമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് വന്നെന്നുള്ള ഒരു ജീവി, അത് മിങ്ക് ആണോ എന്ന സംശയങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ പിടികിട്ടി അതിന്റെ എവല്യൂഷൻ നമ്മൾക്ക് തൽക്കാലം അറിയാൻ വയ്യ എന്നുള്ളത്. പക്ഷെ ഡോർമെന്റ് ഫേസ് ഉണ്ടായിരുന്നോ എന്നുള്ളത് നമുക്ക് അറിവില്ല. പിന്നെ ഇത് ഡോർമെന്റ് ആയിരിക്കുന്ന ഒരു കൊറോണ വൈറസ് ആസ് ഓഫ് നൗ അത് ഡോർമെന്റ് അല്ല, അത് ആക്രമിക്കാൻ എപ്പോഴും തയ്യാറായിട്ടുള്ളതാണ്. യെസ്, ഇനി മ്യൂട്ടേഷൻ വന്നെങ്കിൽ ഇത് നമ്മുടെ ശ്വാസകോശത്തിലെ സെല്ലുകളിൽ ബൈൻഡ് ചെയ്യുന്ന ഭാഗത്ത് മ്യൂട്ടേഷൻ വന്നെങ്കിൽ ചിലപ്പോഴത് ഡോർമെന്റായി മാറാൻ സാധ്യതയുണ്ട്. അല്ലാതെ ഡോർമെന്റ് ഫേസ് എന്നുള്ളതില്ല. നമ്മൾ അതിജീവിച്ചെങ്കിൽ, നമ്മൾ വാക്സിൻ കൊണ്ടോ നമ്മൾക്ക് അസുഖം വന്ന ആന്റിബോഡി കൊണ്ടോ ഇതിനെ മാറ്റാൻ പറ്റിയെങ്കിൽ അത് ഇവിടുന്ന് വിട്ടുപോകുന്നുള്ളൂ. പക്ഷെ ഡോർമെന്റ് ആകുന്നില്ല. അത് സ്മൃതി പ്രദീപ്, പാൻഡമിക്സ് ആൻഡ് lockdown cause a major influence on the mental health of the people, of course. Even role in politics improving this condition. Mental health ന്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ചോദ്യം സ്മൃതി പ്രദീപ്. കാരണം കൊറോണ വൈറസിന്റെ ഒരു എഫക്റ്റ് തന്നെ ബ്രെയിനിനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. കൊറോണ ബാധിച്ച പലർക്കും മാനസിക വിഭ്രാന്തി വന്നിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗമാണ്. കൊറോണ വന്ന് മാറിപ്പോയാലും ചില മാനസിക വിഭ്രാന്തികൾ നിലനിൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ഡിപ്രഷൻ, 2 തരത്തിൽ ഡിപ്രഷൻ വരാം കൊറോണ വരുമ്പോൾ. ഇത് വന്നു പോയല്ലോ, ഇതാ ഞാൻ മരിക്കാൻ പോവുകയാണെന്നുള്ള ഭീതി കൊണ്ട് ഡിപ്രഷൻ വരുന്നത് എനിക്ക് നേരിട്ടറിയാവുന്ന കേസുകളുണ്ട്. കൊറോണ വന്നവർ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഡിപ്രഷൻ വരിക എന്നുള്ളത്.
അതിയായ ഉത്കണ്ഠ വരിക, വളരെ സങ്കടം, പെട്ടെന്ന് ദേഷ്യം വരിക, ഡിപ്രഷന്റെ എല്ലാ ലക്ഷണങ്ങളും ഇത് കാണിച്ചെന്നിരിക്കും. ഇത് കഴിഞ്ഞിട്ടും ഡിപ്രഷൻ തുടർന്നെന്നിരിക്കും. അപ്പോൾ മാനസിക വിഭ്രാന്തി തീർച്ചയായും യെസ്. അപ്പം മെന്റൽ ഹെൽത്ത് ഒരു പ്രധാന കാര്യമാണ്. അപ്പൊ ഇനിയത്തെ പോപ്പുലേഷന്റെ ഇനിയത്തെ പ്രശ്നം ഇത് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ചെറുപ്പക്കാർക്ക് കൂടുതൽ പിടിക്കുന്നുണ്ട്. അവരുടെ എന്തോ ഇത് പിടിച്ചവരുടെ ലൈഫ് എന്താണ്, ഓക്കെ ലൈഫ് ദേ വിൽ ഹാവ്, വി ഡോണ്ട് നോ. അതൊരു വലിയ ചോദ്യമാണ്, അവരുടെ മെന്റൽ ഹെൽത്ത് എന്താണെന്നുള്ളത്. യെസ്, തീർച്ചയായും അതൊരു പ്രശ്നമാണ്. അത് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതുമാണ്. അതുകൊണ്ട് കോവിഡ് വന്നവരെ പരിചരിക്കുന്നവരും ഇതറിയേണ്ടത്, കുടുംബത്തിലുള്ളവർ, ബന്ധപ്പെട്ടവർ, ബന്ധുക്കളും എല്ലാവരും ഇത് അറിഞ്ഞിരിക്കേണ്ടതാണ്. കോവിഡ് വന്നവരെ എങ്ങനെ സമീപിക്കണം എന്നുള്ളത് തീർച്ചയായും അവർക്ക് മാനസികമായ മാറ്റങ്ങൾ തീർച്ചയായും അവരിൽ വന്നിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. അപ്പോൾ അത് അറിഞ്ഞിരിക്കേണ്ടതാണ്. കോവിഡ് വന്നവരെ പരിചരിക്കുന്നവരും അല്ലാത്തവരും ബന്ധുക്കളും. ഓക്കെ, ഹിസ്റ്റോറിയ തിരിച്ചറിവിന്റെ കാലഘട്ടമാണ്. പ്രകൃതിക്ക് സ്വത്വം തിരിച്ചു കിട്ടുന്നു, മലിനീകരണത്തോത് കുറഞ്ഞു. അത് തീർച്ചയായിട്ടും അതെ. മനുഷ്യൻ നേരത്തെ ഞാൻ പറഞ്ഞതാണ്, തീർച്ചയായും മനുഷ്യനും പ്രകൃതിക്കും യെസ്, പ്രകൃതി വളരെ സന്തോഷത്തിലാണ്. സീസ്മിക് വേവ് എന്ന് വെച്ചാൽ ഭൂമിയുടെ ചലനങ്ങൾ വരെ കുറഞ്ഞിരിക്കുന്നു, അത്ര വരെ ഇമ്പാക്റ്റ് ആണ് സീസ്മിക് വേവ് ഭൂമിയുടെ. കാരണം വലിയ ഗംഭീരൻ ഹെവി ഡ്യൂട്ടി വാഹനങ്ങൾ റോഡിൽ കൂടെ പോകുന്നില്ലാത്തതുകൊണ്ട് ഭൂമിയുടെ ചലനങ്ങൾ വളരെ മന്ദഗതിയിലായിരിക്കുന്നു. ഭൂമിയുടെ ചലനങ്ങൾ, അതിൽ കൂടുതൽ എന്ത് വേണം നമുക്ക്? പ്രകൃതിക്കുള്ള സംഭാവന, മാതൃ സംഭാവനയാണ് കൊടുത്തിരിക്കുന്നത്. യെസ്, സീസ്മിക് ചലനങ്ങൾ മാറിയതുകൊണ്ട് ഒരുപാട് ജന്തുക്കൾക്ക് തീർച്ചയായും സന്തോഷമായിരിക്കും ഇക്കാര്യം. ഓക്കെ ഓക്കെ, റഫീഖ് പറയുന്ന ചോദ്യങ്ങൾ കളക്ട് ചെയ്ത് അയക്കാം എന്നുള്ളതാണ്. അതുല്യ, താങ്ക് യു. ദിവ്യ, താങ്ക് യു. അപ്പൊ ചോദ്യങ്ങൾ ഓക്കെ. വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങാമോ അഡ്മിൻസ് എന്നുള്ള ഹസീന മുജീബ് ചോദിക്കുന്നു. യെസ്, ഐ തിങ്ക് വി ഷുഡ് ബിഗിൻ എ വാട്സാപ്പ് ഗ്രൂപ്പ് സോ വി ക്യാൻ ഡിസ്കസ് ഇറ്റ് ഹിയർ. കൃഷ്ണദേവി, താങ്ക് യു. സൂര്യ, ഇജു, ജോസഫ് വൈപ്പള്ളി, താങ്ക് യു. APK, കൺക്ലൂഡ് ചെയ്യുന്നതിലേക്ക് പോയാലോ? യെസ്, പോകാം. കാരണം 1.5 മണിക്കൂറായി. അപ്പൊ ധാരാളം ഇത് മതി ഇന്നത്തേക്കുള്ളത്. ഇല്ല പോവുകയാണ്. യെസ്, അപ്പൊ നമ്മള് വളരെ റഫീഖിന്, രാകേഷാണ് എന്നെ ഇവിടെ ആദ്യമായിട്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ചത്. എല്ലാവർക്കും താങ്ക് യു. ഓക്കെ, ശ്യാം ഇൻട്രൊഡക്ഷൻ, ഇൻട്രൊഡക്ഷൻ, താങ്ക് യു. അപ്പൊ ഡയലറ്റിക്സ് ഇങ്ങനെ ഒരു അവസരം തന്നതിൽ ഉള്ള സന്തോഷമുണ്ട്. ഓക്കെ, എനിക്ക് പറയാനുള്ള പലതും പറഞ്ഞു തീർത്തതിന്റെ ഒരു ആശ്വാസമുണ്ട് എനിക്ക്. പിന്നെ ഒന്നാമതും കിടിലൻ ചോദ്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ സ്ഥിരം ചോദ്യങ്ങളാണിവ. നന്നായി അത്ര ചോദിച്ചത്. റൈറ്റ്, ഓക്കെ. വളരെ നമുക്ക് അവിടെ അതെ നമ്മള് മറ്റൊരു പ്ലാറ്റ്ഫോം ഇതിനു വേണ്ടിയിട്ട് നമുക്ക് സൃഷ്ടിക്കാം ഇത്തരം. കാരണം ഇങ്ങനെ ഒരു വിഷയം കൂടി ആയതുകൊണ്ട് നമ്മൾ ഡയലറ്റിക്ക് മുമ്പ് നടത്തിയ പല വിഷയങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മുടെ ജീവിതമായിട്ട് അല്ലെങ്കിൽ ജീവനുമായിട്ട് തന്നെ നേരിട്ട് ബന്ധമുള്ള വിഷയമായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അവതരണം കുറച്ചിട്ട് സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടി കൂടുതൽ സമയം നമുക്ക് വേണ്ടി ഉപയോഗിച്ചത്. അദ്ദേഹത്തിനോടുള്ള ഡയലറ്റിക് റിസർച്ച് ഫോറത്തിന്റെ പേരിലുള്ള മുഴുവൻ നന്ദിയും അറിയിക്കുന്നു. കേട്ടിരുന്ന മുഴുവൻ ആളുകളോടും ഉള്ള നന്ദി അറിയിക്കുന്നു.